ലഭിച്ചില്ല. എങ്കിലും കർത്താവ് എനിക്ക് തന്ന നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നൊരു ലോകം മുഴുവനും പെസഹയൊക്കെ ആചരിക്കുമ്പോൾ നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധി തിരുവചനമായി നിൽപ്പാൻ ദൈവം ഒരിക്കൽ നല്ല ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഓരോ പ്രാർത്ഥന വിഷയങ്ങളും ഒരാത്മാനൊക്കെ ഓരോരുത്തരും നന്ദി പറയുന്നു. ദൈവം വളരെ ശക്തമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ കൃപയാൽ ഇത്രയും നാളെ ഒരു വെയിറ്റ് ചെയ്തൊരു ഈ വർഷം ആദ്യം തന്നെ 1-2 മീറ്റിംഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ലെങ്കിലും കർത്താവിന്റെ കൃത്യസമയം വിചാരിക്കുന്നു. ദൈവമാനുഗ്രഹമായി നമ്മളെ വഴി നടത്തട്ടെ. കർത്താവിന്റെ കൃപ ഇരിക്കട്ടെ. എല്ലാവരോടും ദൈവം ധാരാളമായ ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മുടെ നാട്ടിൽ ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഒരു തിരുവചനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ആത്മാവിൽ സഭയിലൊക്കെ കൈമാറുന്ന ഒരു വചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചിട്ട്, സങ്കീർത്തനം 4-ന്റെ 7 ഒന്ന് വായിക്കാൻ നമുക്ക് ആത്മാവൊരു ധാന്യവും മീനും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണത്. പലപ്പോഴും നമ്മൾ കഷ്ടതയിലായിരിക്കുമ്പോഴും പ്രയാസത്തിലായിരിക്കുമ്പോഴും വളരെ നമ്മൾ ആശ്വസിക്കുന്ന ഒരു സങ്കീർത്തന ഭാഗമാണ്. പലപ്പോഴും വായിച്ച് ആശ്വസിക്കുകയും ഒരുപാട് നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തുകയും ചെയ്യുന്ന വാക്യങ്ങളാണ് അതിനകത്ത്. വളരെ ധ്യാനിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണ്. എപ്പോഴും നമുക്ക് സ്വന്തമായി ധ്യാനിക്കുമ്പോൾ ആശ്വാസം ലഭിക്കുന്ന ഒരു വേദഭാഗമാണത്. ദാവീദ് വളരെ പ്രതിസന്ധിക്കകത്ത് നിന്നിരുന്ന് എഴുതുന്ന ഒരു സങ്കീർത്തനമാണ്. ഒരുപാട് മേഖലയിൽ തനിക്ക് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തൻ്റെ പൊസിഷനകത്തും തൻ്റെ കുടുംബത്തിൻ്റെ അകത്തും താൻ ആയിരിക്കുന്ന മേഖലയ്ക്കകത്തും ഒക്കെ ഒരുപാട് പ്രതീക്ഷിക്കാത്ത അറ്റാക്കുകൾ തൻ്റെ ജീവിതത്തിനകത്ത് വന്നപ്പോൾ താൻ രചിച്ച ഒരു സങ്കീർത്തനമാണ് 4-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ദാവീദ് പറയുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അതിനകത്ത് ഒരു വാക്യം സെലക്ട് ചെയ്ത് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ 2026 ദൈവം എനിക്ക് തന്ന ഒരു വലിയ ദൈവിക നിയോഗമാണ്, ഒരു വചനമാണ്, എന്നോട് ഇടപെട്ട ഒരു വേദഭാഗമാണ്. നമ്മൾ വർദ്ധിക്കാൻ പോവുകയാണ്. ദൈവം പറയുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ മേഖലയിലാണോ നമ്മൾ വരൾച്ച അനുഭവിക്കുന്നത്, നിരാശ അനുഭവിക്കുന്നത്, ശൂന്യത അനുഭവിക്കുന്നത്, ശുശ്രൂഷ മേഖലയിലായിരിക്കും, ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിലായിരിക്കാം, അതൊരു പക്ഷെ നമ്മുടെ ഭൗതിക തലങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ആരോഗ്യ മേഖലയിലായിരിക്കാം. പല മേഖലയിൽ നമ്മൾ ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ ആത്മീയ സത്യം അല്ലെങ്കിൽ ഒരു മർമ്മപ്രധാനമായ ഒരു വാക്ക് കർത്താവ് എനിക്ക് നൽകി തന്നു. ഞാൻ പറയട്ടെ, ഈ വചനം ഞാൻ ശുശ്രൂഷിച്ച അല്ലെങ്കിൽ സഭയിൽ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന ഇടത്തെല്ലാം ദൈവം റിസൾട്ട് തന്നിട്ടുണ്ട്. സ്തോത്രം. അപ്പം ദൈവം ഒരു വലിയ ഒരു മർമ്മമാണ്, നീ വർദ്ധിക്കാൻ പോവുകയാണ്. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുന്നവനായി തീരും. അപ്പം ദാവീദ് പറയാണ്, ഒരു വീഞ്ഞിന്റെയും ധാന്യത്തിന്റെയൊക്കെ ഒരു ക്ഷാമത്തിന്റെ കാലഘട്ടത്തിന്റെ അകത്തുനിന്ന് ഒരു രാജ്യത്തിന്റെ അകത്ത് വർധന ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, ഒരു കൃഷി അനുഭവം ഉണ്ടാകുന്നൊരു സന്തോഷം, വീഞ്ഞ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കൃഷി സമ്പത്ത് വർദ്ധിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം, അതുപോലെ തന്നെ ധാന്യങ്ങൾ ക്ഷാമകാലത്തും കഴിഞ്ഞിട്ട് നല്ലൊരു ക്ഷേമകാലത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ജനത്തിന്റെ ഒരു സന്തോഷം, അതിലും വലുതാണ് ദൈവം തരുന്ന വർധനവ് എന്ന് ദാവീദ് പറയാം. എന്ന പകലിൽ ഈ വാക്ക് നിങ്ങൾ ഒരുപാട് ആശ്വസിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചാൽ ആർക്കും അത് തടയാൻ കഴിയത്തില്ല. ദൈവം ഒരു കാര്യത്തിൽ നമ്മളെ അനുഗ്രഹിച്ചാൽ, ദൈവം ഒരു കാര്യത്തിൽ നമ്മളെ ഇലാബറേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിൽ ആർക്കും തടയാൻ കഴിയത്തില്ല എന്നുള്ളത് ഒരു ദൈവിക സത്യമാണ്, ദൈവിക രഹസ്യമാണ്, ദൈവത്തിന്റെ ഒരു പദ്ധതിയാണത്. അത് വളരെ ആഴമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ആശ്വസിക്കാൻ കഴിയുന്ന ഒരു ദൈവിക പദമാണ്, ദൈവത്തിന്റെ ഒരു പദമാണ്. അപ്പം ദാവീദ് പറയാണ്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അതിലും
അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിന്റെ അകത്ത് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രതിസന്ധി നിറഞ്ഞ ജീവിതത്തിനകത്ത് ദൈവം അവനൊരു സന്തോഷം കൊടുത്ത, അല്ലെങ്കിൽ ദാവീദിന് സന്തോഷം കൊടുത്താൽ പ്രകടിപ്പിക്കുന്ന ഒരു പദമാണ് അത്. നമ്മളൊന്ന് ആ വേർഡിനെ വർദ്ധിക്കുക എന്നുള്ള ആ വേർഡിനെ ഒന്ന് റിലീസ് ചെയ്യുകയാണ്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഏത് മേഖലയിലാണോ നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിലാക്കുന്ന ആ മേഖലയിൽ ഒരു വർധനവ് നിശ്ചയമായും ഒന്ന് ഉണ്ടായിരിക്കും. ദൈവം അത്ഭുതകരമായ ചില മേഖലകളെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് തൊടാൻ പോവുകയാണ്. വിശ്വസിക്കുക, കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യുക. നോഹയെ നമുക്കറിയാം, 9-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ തന്നെ പറഞ്ഞ ഭാഗം നിങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല, എല്ലാം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് എന്ന് വിശ്വസിക്കുന്നു. നമുക്കറിയാം, ഏകദേശം 40 ദിവസത്തോളം പ്രളയമുണ്ടായി. 150 ദിവസത്തോളം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ഒരു സാധ്യതയുമില്ലാത്ത സാഹചര്യം, മുന്നോട്ട് എന്താണെന്ന് അറിയത്തില്ലാത്ത നോഹ കുടുംബം പെട്ടകത്തിനകത്തിരിക്കുന്നു. അപ്പൊ അതിനകത്തുനിന്ന് ഈ ഇറങ്ങുമ്പോൾ ദൈവം 150 ദിവസം കഴിഞ്ഞ് നോഹയെ ഓർത്തു, നോഹയെ കുടുംബത്തെ ഓർത്തെന്ന് പറഞ്ഞു. അതിനുശേഷം നോഹയോട് പറയുകയാണ്, ദൈവം നോഹയെ അവന്റെ പുത്രന്മാരെ അനുഗ്രഹിച്ചിട്ട് ദൈവം പറയുന്നൊരു വേർഡാണ്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, വർദ്ധിക്കുവിൻ, ഭൂമിയിൽ ഒരു വർധനവിന് നിങ്ങൾ മുഖാന്തരം ഉണ്ടാകട്ടെ എന്ന് ദൈവം ബ്ലസ് ചെയ്യുക. എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ അതിന്റെ പുറകോട്ടുള്ള വാക്യങ്ങൾ എന്തുകൊണ്ടാണ് ദൈവം വർദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോഹ പെട്ടകത്തിൽ ഇറങ്ങിയ ഉടനെ നോഹ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. നോഹ പെട്ടെന്ന് ഒരു ആൾട്ടർ ഉണ്ടാക്കി, പെട്ടെന്ന് ഒരു ആരാധനയുടെ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ യാഗപീഠം കഴിഞ്ഞിട്ട് ദൈവത്തിന് ആരാധന കഴിച്ചു. ദൈവത്തിന് ആരാധന കഴിഞ്ഞപ്പോൾ അവിടെ വായിക്കുന്നൊരു ഭാവം ഇങ്ങനെയാണ്, ദൈവം ഇതിന്റെ നോഹയുടെ ആരാധനയുടെ ഗന്ധം താൻ ശ്വസിച്ചപ്പോൾ ഭൂമിയെ ഇനി ഒരിക്കലും നശിപ്പിക്കത്തില്ല എന്ന് ദൈവം ഒരു തീരുമാനം എടുക്കുക. എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വർദ്ധിക്കണമെങ്കിൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിങ്ങൾ ജീവിതത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ കാര്യം ജീവിതത്തിൽ ചെയ്താൽ മതി, ദൈവത്തെ ആരാധിക്കുക. ദാവീദിനും എപ്പോഴും തന്റെ ജീവിതത്തിനകത്ത് തന്റെ സ്ട്രോങ് ഡിസിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, എന്റെ പട്ടണത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പെട്ടകം വരണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് ഒരു ആലയം പണിയണം, ദൈവത്തിന് മുൻതൂക്കം കൊടുത്ത് ദൈവത്തിന്റെ ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവനെ ദൈവം വർദ്ധിപ്പിച്ചിരിക്കും. ഇന്ന് പകലിൽ സാധാരണമായി ദൈവം നിങ്ങൾ ഏത് പ്രതിസന്ധിക്കകത്തും ഏത് പ്രതികൂല സാഹചര്യത്തിനകത്തും ജീവിതത്തിന്റെ അകത്ത് വർധനമുണ്ടാകണേ, ഒരു അനുഗ്രഹം ഉണ്ടാകണം, ഒരു സമാധാനം ഉണ്ടാകണമെങ്കിൽ, ലോകത്തിലില്ലാത്തൊരു ദൈവിക പ്രവർത്തനം ജീവിതത്തിന്റെ അകത്ത് ഉണ്ടാകണമെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ മുൻതൂക്കം എടുക്കണം. എന്ന് പകരം ബൈബിൾ ഉടനീളം പഠിച്ചിട്ട് ആരാധിച്ചിട്ട് തോറ്റുപോയ ഒരാളില്ല. ആരാധിച്ച് ദൈവം പ്രസാദിച്ചാൽ നമുക്കറിയാമല്ലോ, അത് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമായി തീരും. ഇതൊരു വലിയ ഒരു രഹസ്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും വിട്ടുകളഞ്ഞ, എന്നാൽ സീരിയസ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. ഞായറാഴ്ചകളിൽ ഒരുപക്ഷെ നമ്മൾ ആരാധിക്കാൻ ചിലപ്പോൾ നമ്മൾ വഴിതെറ്റി പോകാറുണ്ട്. ചിലപ്പോൾ നമ്മൾ വേണ്ട, ഇന്നത്തെ ആരാധന മാറ്റിവെച്ചേക്കാം, പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ ആരാധനയിൽ നിന്ന്, കൂട്ടങ്ങളിൽ നിന്ന് ഒഴിവാകാറുള്ള പ്രവണത ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കൂടുതലാണ്. ഞാനൊരു സത്യം പറയട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവനെ ദൈവം വർദ്ധിപ്പിക്കും, ദൈവത്തെ ആരാധിക്കുന്നവന്റെ തലമുറയെ ദൈവം വർദ്ധിപ്പിക്കും, ദൈവത്തെ ആരാധിക്കുന്നവന്റെ സ്ഥിതിഗതികളെ ദൈവം വർദ്ധിപ്പിക്കുന്ന പകരം ഞാൻ പറയട്ടെ, സകലത്തെയും വാഴുവാനുള്ള ഒരൊറ്റ അനുഗ്രഹം നോഹ മേടിച്ചെടുത്തത് ആരാധനയിലൂടെയാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ സാധാരണ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞ ചിലരുടെ മേൽ വർധന ഉണ്ടാകാൻ പോവുകയാണ്, ദൈവത്തിന്റെ വർധനം ഉണ്ടാകാൻ പോവുകയാണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ആ ആരാധന നോഹ കാഴ്ചവെച്ചപ്പോൾ, നോഹ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തെ വണങ്ങി ആരാധിച്ചപ്പോൾ, അറിയാവുന്ന രീതികളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പറയാം, ഞാൻ നീയുമായി ഒരു നിയമം ചെയ്യും. അതിൽ വളരെ ശ്രദ്ധയേറിയ പദങ്ങൾ അതിനകത്തുണ്ട്. അതെല്ലാം എടുത്ത് സംസാരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം വായിക്കണം. 8, 9, 6, 7, 8, 9 അധ്യായങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിക്കണം. വളരെ വ്യക്തമായി അവിടെ എഴുതിയിട്ടുണ്ട്, നോഹ ഞാനും നീയും ഭൂമിയുമായി ഒരു നിയമം ചെയ്യും എന്ന് പറഞ്ഞാൽ, നിന്റെ ആരാധന, നമ്മുടെ ആരാധന കൃത്യമാണെങ്കിൽ ദൈവം നമ്മളോട് നേരിട്ട് സംസാരിക്കും, ദൈവം നമ്മളോട് നേരിട്ട് നിയമങ്ങൾ ചെയ്യും, ദൈവം നമ്മളോട് ഉടമ്പടിക്ക് ഇറങ്ങി വരും. ഇന്ന് പകലിൽ വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, അതിന്റെ അകത്ത് നിങ്ങളെ കെട്ടുകളെ അടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ആരാധിച്ചാൽ മാത്രം മതി, ദൈവത്തെ സ്തുതിച്ചാൽ മാത്രം മതി, ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുത്താൽ മാത്രം മതി. ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരാൾ പോലും
തോറ്റുപോയ ചരിത്രമല്ല. ഞാൻ പറയട്ടെ, ഭൂമിയിൽ നോഹ അനുഗ്രഹിക്കപ്പെട്ടു, നോഹ സന്താന പുഷ്ടിയുള്ളവരായി നിങ്ങൾ പെരുകുവിനെന്നത് ദൈവം തന്നെ പറഞ്ഞു. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരു വലിയ ദൈവിക സന്ദേശം കൈമാറും. നിങ്ങൾ പെരുകാൻ പോവുകയാണ്, വർദ്ധിക്കാൻ പോവുകയാണ്. നിങ്ങളെ ദൈവം എലാബറേറ്റ് ചെയ്യാൻ പോകുക. നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ആരാധിക്കാൻ തയ്യാറായാൽ, ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായാൽ, എന്ന് പറയുന്ന ഒരു വലിയ രഹസ്യമുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ, ചില മാനുഷിക സഹജമായ ഓരോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരുമ്പോൾ, ഓരോ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വരുമ്പോൾ, നമ്മൾ ആ പ്രതികൂലത്തെ മുന്നിലെടുത്ത് വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഇന്ന വിഷയത്തിന്റെ അകത്ത് എനിക്കൊരു വിടുതൽ തരണം, ഇന്ന വിഷയത്തിന്റെ അകത്ത് എനിക്കൊരു പ്രശ്നം തരണം, അതിനകത്തൊരു ഒരു മറുപടി എനിക്ക് തരണം, ഇന്ന വിഷയം എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്കൊരു വിടുതൽ. നമ്മൾ ഈ പ്രശ്നത്തെ എടുത്ത് ദൈവത്തിന് മുമ്പിലോട്ട് വയ്ക്കും. ഞാനും പലപ്പോഴും തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെ ചെയ്യാറ്. കാരണം ഓരോ പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം എൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിരിക്കും, എൻ്റെ ആരോഗ്യ മേഖലയായിരിക്കും, എൻ്റെ സാമ്പത്തിക, എൻ്റെ ആത്മീയ മേഖല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു ആത്മീയ സത്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രതിസന്ധി അല്ല ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. എന്നപോലെ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, എൻ്റെ പ്രതിസന്ധി അറിയാവുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പകലിൽ ഒരു വലിയ രഹസ്യം നിങ്ങളുമായിട്ട് കൈമാറുക. പ്രതിസന്ധികളെ, രോഗങ്ങളെ, കടങ്ങളെ, നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ പരിസ്ഥിതികളെ അല്ല മുന്നിൽ എടുത്തു വെക്കണം. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുക. നമ്മുടെ പ്രശ്നങ്ങൾ താനേ മാറിപ്പോകും. ഇന്ന് പകരം ദൈവം പറയുന്നു, ഒരു പ്രശ്നത്തിന്റെ അകത്ത് നമ്മൾ കുടുങ്ങിയിരിക്കണം. ആ പ്രശ്നത്തെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്തൊന്ന് തെളിയിച്ച് സംസാരിക്കാനാകില്ല. ദാനിയേൽ വളരെ പ്രതിസന്ധിക്കകത്തിരുന്നു, പക്ഷെ പ്രതിസന്ധി അല്ല താൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അവിടെ അവൻ ദൈവത്തെ ആരാധിച്ച, സിംഗപ്പൂരിന്റെ അകത്ത് കിടന്ന് ദൈവത്തെ റെഗുലറായി താൻ ചെയ്യുന്ന പ്രോസസ്സ് താൻ അവിടെ ചെയ്യുവാനിടയിൽ. ഞാൻ പറയട്ടെ, റെഗുലറായി നമ്മുടെ പ്രാർത്ഥനകൾ, റെഗുലറായി നമ്മൾ ചെയ്യുന്ന ആരാധനകൾ മുടങ്ങാതെ ദൈവത്തെ ആരാധിച്ചാൽ, പ്രതിസന്ധിയെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ ഒന്നും പറയേണ്ട കാര്യമില്ല. നീ ആരാധിക്കുമ്പോൾ തന്നെ വിടുതൽ ഇറങ്ങി വന്നിരിക്കും. ഭവനത്തിനകത്ത് വിടുതൽ ഇറങ്ങി വന്നു. ഏത് വിഷയത്തിന്റെ അകത്തിരിക്കുന്നോ ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ദൈവം ഒരു അത്ഭുതകരമായ വിടുതലുണ്ടായി. ഞാൻ പകലിൽ പറഞ്ഞ വലിയൊരു ആത്മീയ ദൂതാണ് ഞാൻ. എത്ര വലിയ പ്രതിസന്ധി ആയിക്കോട്ടെ, നിങ്ങളെ തളർത്തി കളയുന്ന, നിങ്ങളെ മുടിച്ചു കളയുന്ന, നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, ഹൃദയത്തിന്റെ അകത്ത് ഹൃദയവേദന കൊണ്ടുവന്നിരുന്ന, നമ്മുടെ ദാവീദ് സ്വന്തം മോനാൽ ആക്രമിക്കപ്പെടുമ്പോൾ, സ്വന്തം മോനാൽ തന്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും താൻ ഒരിക്കലും അവിടെ പ്രശ്നത്തെ അല്ല ഹൈലൈറ്റ്, അവൻ ദൈവത്തെ ആരാധിക്കുന്നതിൽ അവൻ മുൻപന്തിയിലായിരുന്നു. പകരം ഞാൻ പറയട്ടെ, കർത്താവ് വളരെ ശക്തമായി അവരോട് ഇടപെടുന്നു. നിങ്ങൾ ആരാധിക്കുമ്പോൾ കെട്ടുകൾ അഴിയും, ബന്ധനങ്ങൾ അഴിയും, അതൊക്കെ സൗഖ്യങ്ങൾ നടക്കും. നിങ്ങളുടെ ഡോറുകൾ തുറക്കപ്പെടും, അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടും. ഇന്ന് പകലിൽ ഭൂമിയിലേക്ക് അനുഗ്രഹം കൊണ്ടുവരുവാൻ നോഹ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഒരു ജനറേഷനെ മുഴുവൻ തിരിച്ചു പിടിച്ചെങ്കിൽ, ഇന്ന് പകലിൽ ഞാൻ പറയുന്ന വിഷയത്തിനൊക്കെ നിരാശന ദൈവം എന്ന് പറയുന്നു. ഈ പ്രാർത്ഥിക്കുന്ന, നീ ആരാധിക്കുന്ന ആരാധനയ്ക്കകത്ത്, നീ പറയുന്ന അന്യഭാഷയ്ക്കകത്ത് ഒരുക്കപ്പെട്ട ഹൃദയത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ വിഷയങ്ങൾ താനേ അഴിഞ്ഞു മാറും. ഇന്ന് പകരം ദൈവത്തിന് ഒരു മന്ത്രവാദം കിട്ടും, ഒരാവിചാരം കിട്ടും, ഒരു കുതന്ത്രവും ഇതിന്റെ നേരെ ഭരിക്കത്തില്ല. കാരണം ജീവനുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുമ്പോൾ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നോഹയുടെ ദൈവം പറയാണ്, നോഹയെ, ഞാൻ നീയമായിട്ടൊരു നിയമം ചെയ്യാൻ പോകുകയാണ്. ഞാൻ നീയുമായും ഭൂമിയുമായി നിന്റെ ഒറ്റ ആരാധന കൊണ്ട് ഞാൻ ഭൂമിയുമായിട്ട്, ഈ പ്രപഞ്ചവുമായിട്ടൊരു നിയമം ചെയ്യാൻ തയ്യാറായ ദൈവം. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രശ്നം അത്രയ്ക്ക് വലുതാണോ? ഇന്ന് പകലിൽ നിങ്ങൾ ഏത് വിഷയത്തിന്റെ അകത്ത് ഇരിക്കുന്നു, ഏത് വിഷയത്തിന്റെ അകത്ത് നിങ്ങളെ ശത്രു കൊണ്ടുവന്നിട്ട് നിങ്ങളെ മുടിച്ചുകളയും, ഒടുക്കിക്കളയും എന്ന് പറയും, ആ വിഷയമൊന്നും നമുക്ക് പ്രശ്നമല്ല. ഭൂമിയുമായി നിയമം ചെയ്യാൻ നോഹയുടെ അടുക്കൽ ഇറങ്ങി വന്ന അതേ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ, അതേ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ, അതേ മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ, നിങ്ങളുടെ ആരാധനയ്ക്കല്ല നമ്മുടെ ആരാധനയ്ക്കകത്ത് പ്രസാദിക്കുന്ന ഒരു ആരാധന ഉണ്ടെങ്കിൽ, ഇന്നും പകല് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായിരുന്നു. ശുദ്ധിയോടെ ദൈവത്തെ ആരാധിച്ചാൽ വിടുതലത്തിന്റെ വീട്ടിന്റെ അകത്തുണ്ട്. എവിടെയും പോകണ്ട, ഒരു പ്രവാചകൻ പണിയിൽ നിൽക്കണ്ട. നീ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തെ അറിയുന്ന, നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകലിൽ വിശ്വസിക്കുക. അസാധാരണമായ ദൈവപ്രവൃത്തി നമ്മൾ ചെയ്യുന്നത്. നോഹ വളരെ സെൻസിറ്റീവായിട്ട് ആ പെട്ടകത്തിനകത്ത് നിറങ്ങിയിട്ട് ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 1-2 മൃഗങ്ങളെ എടുത്ത് ഒരാൾട്ടറിൽ വെച്ച് ദൈവത്തെ ആരാധിക്കാൻ പറയട്ടെ. ശുദ്ധിയുള്ള ആരാധനയ്ക്കകത്ത് ദൈവത്തിന് ഇറങ്ങി വന്നേ പറ്റൂ. ഞാൻ പറയട്ടെ, ശുദ്ധിയില്ലാത്ത ആരാധനയ്ക്കകത്ത് ദൈവത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. അശുദ്ധിയോടെ ഇരുന്ന് നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന് അശുദ്ധിക്കകത്ത് ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നോഹ ശുദ്ധിയോടെ അവൻ ആ തലമുറയിൽ ദോഷപ്പെട്ടവൻ നീതിമാനായിരുന്നു. ആ തലമുറയിൽ നോഹ നീതിമാനായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നീതിമാന്മാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഇന്നുപോലെ നീതിമാന്മാരുടെ ആരാധനയ്ക്കകത്ത് ഇന്നും ദൈവം ഇറങ്ങുന്നുണ്ട്. ഇന്ന് പകരം എന്തുകൊണ്ടാണ് എവിടേക്കോ ദൈവസ്ഥിതിയിലേക്ക് അടുത്ത്
കൊണ്ടുവരാൻ കഴിയാതെ വണ്ണം അഡീഷൻസിനകത്തും പാപത്തിനകത്തും ലോക ചിന്തക്കകത്തും പൈശാചിക മണ്ഡലം നമ്മളെ കുടുക്കി കളയുമ്പോൾ ദൈവത്തിന് ഇറങ്ങാൻ കഴിയാതെ വണ്ണം അശുദ്ധി നമ്മുടെ മേൽ നിറഞ്ഞിരിക്കും. ഇന്ന് പകലിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ഏറ്റുപറഞ്ഞ് ഇന്ന് പകലിൽ ദൈവാത്മാവിന്റെ മുമ്പിൽ കീഴടങ്ങി അതിനകത്ത് പരിഹാരമുണ്ടാക്കാൻ തയ്യാറായ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ നിന്റെ മേൽ പ്രസാദിച്ച ഞാൻ നിന്റെ വീട്ടിന്റെ അകത്ത് നിന്റെ മേൽ ഇറങ്ങി വരും. ഇന്ന് പകലിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും അഡീഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പാപം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആ പാപം നമ്മുടെ രോഗങ്ങൾക്ക് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ദൈവാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ അതിനെ വിട്ടുകളയാൻ തയ്യാറാകണം. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അനുഗ്രഹത്തിന് തടസ്സമായി നീ വർദ്ധിക്കണം എന്നുള്ള ദൈവവചനമാണ്, ഞാൻ വർദ്ധിക്കണം എന്നുള്ള ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ സ്വപ്നമാണത്. അതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ വചനത്തിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, വിട്ടുകളയരുത്. വിട്ടുകളഞ്ഞ അനുഗ്രഹം നിന്റെ വീട്ടിനകത്ത് വന്നിരിക്കും. നീ ദേശത്ത് അനുഗ്രഹം പ്രാപിച്ചിരിക്കും. നോഹ ദേശത്ത് വർദ്ധിച്ചതുപോലെ അവരുമായി ദൈവം നിയമം ചെയ്തുപോലെ ഇന്ന് പകരം ദൈവാത്മാവ് വിശുദ്ധിയോടെയുള്ള ആരാധനയ്ക്കകത്ത് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വരും. ഇന്ന് പകരം നീ വർദ്ധിക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. ഇന്ന് പകരം ഈ വചനം കേട്ട് ജീവിതത്തിന്റെ അകത്ത് എന്തെങ്കിലും മനുഷ്യൻ സെൽഫ് ഡിഫൻസായി മാറണം, സെൽഫ് ഉപദേഷ്ടാവായി മാറണം. അല്ലാത്ത പക്ഷം നമ്മൾ വീണ് പോകും. ഇന്ന് പകലിൽ ഒരാൾ നമ്മളെ ഉപദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്കറിയാം, പൊതുവെ മനുഷ്യനുള്ള ഒരു സ്വഭാവമാണ്, മറ്റൊരാള് ഉപദേശിച്ചാൽ അവരത് ചെവിക്കൊള്ളത്തില്ല. ഒരാൾ നമ്മളെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും സുഖമുള്ള കാര്യമല്ല. പക്ഷേ സെൽഫായിട്ട് നമ്മളെ നാം ഉപദേശിക്കാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ സെൽഫ് ഡിഫൻസ് ആണ്. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മളെ തന്നെ പാപബോധമുള്ളവരാക്കി, നമ്മളെ തന്നെ ശുദ്ധിയുള്ളവരാക്കി, നമ്മളെ തന്നെ പണിയാൻ തയ്യാറായാൽ ഇന്ന് പകൽ ദൈവം പറയട്ടെ, ഒരു സ്ഥലത്തും പോകണ്ടായോ, ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരുന്ന, ഇരിക്കുന്നിടത്ത് ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിലെ വലിയ സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുന്ന നോഹ ആ തലമുറയിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവനായി മാറിയതിന്റെ കാര്യം എന്താണെന്നറിയോ? വിശുദ്ധിയോടെയുള്ള ആരാധനയാണ്. അവൻ വർദ്ധിച്ചു വന്നു, അവൻ ദേശത്ത് വർദ്ധിച്ചു, അവൻ ദേശത്തിന്റെ അകത്ത് അവന്റെ മക്കൾ വർദ്ധിച്ചു, അവൻ മുഖാന്തരം ഒരു ജനറേഷൻ പുറത്തു വന്ന പകലിൽ ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്, വർദ്ധിക്കാൻ പോവുക. ദൈവം എന്നോട് സംസാരിക്കാൻ ഞാൻ ഈ സഭയിൽ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ ഒരുപാട് വർധനം എന്റെ ജീവിതത്തിനകത്തുണ്ടായി. ഈ വചനം ഞാൻ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ എന്റെ ജീവിതത്തിന്റെ അകത്ത് ഇതുവരെ ഞാൻ ചെറുപ്പം മുതലേ പെന്തക്കോസ്ത് കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്റെ ചെറുപ്പം മുതലേ, എന്റെ സൺഡേ സ്കൂൾ മുതലേ ഞാൻ അറിയുന്ന ഒരു വാക്യമാണ്. പക്ഷെ എന്റെ ജീവിതത്തിന്റെ അകത്ത് യഥാർത്ഥമായി ഈ വചനം പരിവർത്തിച്ചപ്പോൾ എന്റെ ജീവിതത്തിനകത്ത് വലിയ ഡിഫറൻസ് ഉണ്ടായി. സഭയിൽ വലിയ ഡിഫറൻസ് ഉണ്ടായി. ശുശ്രൂഷയിൽ വലിയ മാറ്റമുണ്ടായി. ഞാൻ പറയുന്നത് നമ്മൾ ആരും തികഞ്ഞവരല്ല. പക്ഷെ ദൈവത്തിന്റെ വചനത്തിന്റെ നിയോഗത്തിന്റെ അകത്തേക്ക് നമ്മൾ വിധേയപ്പെടുമ്പോൾ, അതിനെ യഥാർത്ഥമായി ഉൾക്കൊള്ളുമ്പോൾ, യഥാർത്ഥമായി അതിന്റെ സത്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വർധനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവനോട് പറഞ്ഞു വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച്. ഇന്ന് പകലിൽ ആ വീട് തന്നെ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. ആ വർധനം ഉണ്ടാകട്ടെ. നിന്റെ സാമ്പത്തിക മേഖല വർധനം ഉണ്ടാകട്ടെ, നിന്റെ വീഞ്ഞ് വർധനം ഉണ്ടാകട്ടെ, ധാന്യങ്ങൾ വർധനം ഉണ്ടാകട്ടെ, ബിസിനസ് വർധനം ഉണ്ടാകട്ടെ. ഏത് പ്രതിസന്ധിക്കകത്താണ് നീ ഇരിക്കുന്നതിനകത്തൊരു വർധനം ഉണ്ടാകും. ഇതിനെ എല്ലാം പ്രൊറേറ്റ് ചെയ്യട്ടെ, ദൈവം വർദ്ധിപ്പിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, വർധനവ് ഉണ്ടായി വരും, ഉണ്ടായി വരും, ഉണ്ടായി വരും, ഉണ്ടായി വരും. ഞാനൊരു കാര്യം പറയട്ടെ, 1-2 കാര്യങ്ങൾ എനിക്ക് വേഗത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വചനങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നത് അറിയാവുന്ന കാര്യം ഇസഹാക്ക് 100 മേനി പൊയ്ക്കുന്ന പറയുന്നത്, 100% റിസൾട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞത്. അപ്പം ഇസഹാക്കിന് അത്രയും വലിയ റിസൾട്ട് കൊടുക്കണമെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എത്ര വലുതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നമ്മൾ വിതയ്ക്കുന്നത് നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിലും ചിലപ്പോൾ ചില ജോലികൾ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ അകത്തൊരു വർധനവ് തരാൻ ദൈവത്തിന് കഴിയും. സ്വതന്ത്രം ഞാൻ ഇങ്ങനെ ആ ഭാഗങ്ങൾ ഇങ്ങനെ പഠിച്ചു വന്നപ്പോഴത്തേനും ഇസഹാക്ക് അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ട ആരും കൃഷി ചെയ്തിട്ടില്ല, ആരും കൃഷിക്കാരല്ല. അവരാരും കൃഷി ചെയ്ത പാരമ്പര്യമോ അവർക്ക് കൃഷിയെ കുറിച്ചുള്ള യാതൊരു അനുഭവവും അവരുടെ ജീവിതത്തിന്റെ അകത്തില്ല. നല്ല കൾട്ടിവേഷൻ ചെയ്തത് അവർ മിക്കവരും ആട്ടിടയന്മാരാണ്. അവരാട്ടിടയും അങ്ങനെ കാലികളെ മേയ്ക്കുകയും ആടുകളെ മേയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പാരമ്പര്യമുള്ളവരാണ്. അപ്പൊ ഇസഹാക്ക് എന്തുകൊണ്ട് അതിനകത്ത് ഒരു കൃഷി തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ അത് ഇസഹാക്കിനറിയാം, ഏത് മേഖല ഞാൻ കൈവച്ചാലും അതിനകത്തൊരു വർധനവ് തരുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നമുക്ക് അറിയത്തില്ലാത്തൊരു മേഖലയിലായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് വളരെ ശക്തമായ നീ ഒരിക്കലും പറയാത്ത ദൈവപ്രവൃത്തിക്കകത്തേക്ക് ദൈവം കരം പിടിച്ച് കൊണ്ടുവന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അതിനകത്ത് തന്നെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മളോടൊപ്പമുണ്ട്. സഹനറിയാം, ആരാധിച്ച് പരിചയമുള്ള, ആരാധിച്ച്
ആരാധിച്ച് വീട്ടിന്റെ അകത്ത് ആരാധന എക്സ്പീരിയൻസ് ചെയ്ത് ഇസഹാക്കിന് അറിയാം, എന്റെ കൂടെ ഒരു ദൈവമുണ്ട്, എന്റെ പിതാക്കന്മാരുടെ ദൈവം എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ പരാജയപ്പെടത്തില്ല. ദാറ്റ് ഈസ് എ സീക്രട്ട്. അതൊരു സീക്രട്ടാണ്, അതൊരു ദൈവപ്രവൃത്തി. ഞാൻ വർദ്ധിച്ചുകൊണ്ട് ആ ആണ്ടിൽ അവൻ വിതച്ചു, അവൻ 100 മേനി കൊയ്തു എന്നാ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. ആ ദേശത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ ഉരുളങ്കല്ല് നിറഞ്ഞ ദേശമാണ്, അബ്രഹാം ഇട്ടിട്ട് പോയ സ്ഥലമാണ്, അബ്രഹാം ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ സ്ഥലം, പിതാക്കന്മാർ ഉപേക്ഷിച്ച സ്ഥലമാണ്. ആ സ്ഥലത്തിന്റെ അകത്ത് വന്ന് ഇസഹാക്ക് ഒന്ന് വിതയ്ക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാൾ കൃഷി ചെയ്തിട്ടില്ല, അദ്ദേഹം കൃഷി ചെയ്യാൻ ആയിട്ട് ഒരുങ്ങി നിൽക്കുന്നു. എടുക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്ന പ്ലേസ് പുതിയതായിട്ടൊരു മേഖല തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മേഖലയായിരിക്കും തെരഞ്ഞെടുക്കും. നല്ല വളക്കൂറുള്ള മണ്ണ്, നല്ല വെള്ളമുള്ള സ്ഥലം, അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ അറിയാവുന്നവര് ഒരിക്കൽ പോലും പോയി ഇങ്ങനെ ഒരു സ്ഥലം തെരഞ്ഞെടുക്കില്ല. അതിന്റെ കാര്യം എന്താണെന്ന് അറിയോ? അവൻ വിശ്വസിച്ചിരുന്ന ഒരു ദൈവമുണ്ട്. അവന് വേണ്ടി ഇറങ്ങി തരുന്നവന് വേണ്ടി വിജയിപ്പിക്കുന്നവന് ഒരു വർധനവ്. ആ ഉരുളൻകല്ലിനകത്ത് 100% റിസൾട്ട് കൊടുത്ത പിതാക്കന്മാർ ഉപേക്ഷിച്ചു പോയ മണ്ണിനകത്ത് എങ്ങനെ ഇത്രയും വലിയ റിസൾട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇസഹാക്കിനോട് ചോദിക്കണം, എനിക്ക് പിൻപിലൊരു, ഞാൻ നടന്നതിന് മുമ്പ് എന്റെ കൂടെ നട്ട ഒരു കരമുണ്ട്. സ്വതന്ത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഏത് വിശ്വാസ സ്റ്റെപ്പുകൾക്കകത്തും അസാധാരണമായ ദൈവപ്രവൃത്തികൾ തരുമെന്നുള്ളവര് ദൈവാത്മാവ് വളരെ എരിസത്ത് പറഞ്ഞ ആന്റിയുടെ ദൈവാത്മാവ് ഇടപെടുന്നു കേട്ടോ. കർത്താവ് പറയുന്നു, ആന്റി ഈ വർഷം ഒരു വർധനമുണ്ടാകും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർക്കൂടെ കൊയ്യുമെന്ന വചനം പറഞ്ഞ ആന്റി. എന്നെ കഴിഞ്ഞ് പ്രായമുണ്ടെന്ന് എനിക്ക് വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ പാരമ്പര്യമുള്ള ആന്റിയോട് ദൈവാത്മാവ് ഇടപെടുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നതിന് ആർപ്പോടെ ഒരു കൊയ്ത്തുണ്ട്. ദൈവം എന്നോട് വളരെ ശക്തമായി ഇടപെടാൻ പറയുന്നു. ഒരു ഡ്രോപ്സ് പോലും നഷ്ടപ്പെട്ടു പോകും. ദൈവസന്നിധിയിൽ ഒഴുകിയ ഒരു കണ്ണുനീര് പോലും നഷ്ടമായി പോകത്തില്ലെന്ന് ആത്മാവ് ഇടപെടുന്നു. സമയമുണ്ട്. സീസൺ തുറക്കും. കർത്താവ് മറുപടിക്ക് വേണ്ടി ഒരു സീസൺ തുറക്കുമെന്ന് പറഞ്ഞാൽ തുറന്നിരിക്കും. ഒരുപാട് പ്രതിസന്ധികൾ തകർത്തുനിന്നും ദൈവത്തിന്റെ ആത്മാവ് ഞാൻ എന്താ പറഞ്ഞത്, സെലക്ഷൻ എല്ലാവർക്കും ഉണ്ട്, പക്ഷെ ഇലക്ഷൻ വളരെ ചുരുക്കം. സെലക്ഷനകത്തുനിന്ന് എലക്ട് ചെയ്ത് ദൈവം കൊണ്ടുവന്ന ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ വളരെ ശക്തമായ ഒരു ഇടപെടല്, ഒരു ജനറേഷനെ പുറത്തു കൊണ്ടിരുന്ന അസാധാരണമായ നിയോഗം അതിൻ്റെ മേലുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ഉണ്ടായി വരുമെന്ന് ദൈവാത്മാവ്, പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ ഉണ്ടായി വരുമെന്ന് ദൈവാത്മാവ്, പ്രാർത്ഥിക്കുമ്പോൾ ചില സൗഖ്യങ്ങൾ നടക്കുമെന്ന്, പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരത്തെ വെട്ടുവാനൊരു അഭിഷേകം നാവിൽ ദൈവാത്മാവ് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ദൂത് പറഞ്ഞ് ഉറപ്പിക്കുന്നു. ഈ ദൂത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുണ്ടെന്നും ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. നാവിനെ ഞാനൊരു തീയാക്കി മാറ്റും. നാവിനെ ഞാനൊരു തീയാക്കി. യിരെമ്യാവിനോട് പറഞ്ഞു, യിരെമ്യാവേ ഞാൻ നിന്റെ നാവിനെ തൊടുന്നു. ഞാൻ ഒരു തീ കഷ്ണം കൊണ്ട് നാവിനെ തൊട്ട് യിരെമ്യാവിന്റെ പ്രവചന ശബ്ദത്തെ ശുശ്രൂഷയെ തിരിച്ചതുപോലെ സാധാരണമായ ഒരു തിരിവ് ഇന്ന് രാത്രിയിൽ ഉണ്ടാകുമെന്ന് ആത്മാവ് ഉറപ്പിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കേട്ട അതേ ദൂത് അത് നിവർത്തീകരിക്കാതെ മണ്ണ് വിട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ആത്മാവ് ദൂത് പറഞ്ഞു. ദൈവശബ്ദമായതുകൊണ്ടും ദൈവപ്രവൃത്തി ആയതുകൊണ്ടും ദൈവത്തിന്റെ വാക്കുകളായതുകൊണ്ടും വർദ്ധിച്ചു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രിയിൽ ആ റൂമിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം ഉണ്ടാകട്ടെ. ചില മേഖലകൾ തുറന്നു വരട്ടെ. ചില അന്തരീക്ഷത്തെ ക്ലൈമറ്റിനെ തിരിക്കുന്ന പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. വലിയ ദൈവപ്രവൃത്തി മേഴ്സി എന്ന് പറഞ്ഞ ഐഡിക്കകത്തിരിക്കുന്ന സിസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ഈ വർഷം ഇനി തൊട്ടുള്ള 3 മാസത്തിന്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുന്ന ആത്മാവ് ദൂത് പറഞ്ഞിട്ട് ഉറപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നോ എന്തായിരിക്കുന്നോ എനിക്കറിയത്തില്ല, പക്ഷെ ദൈവം പറയുന്നു ഒരു മറുപടി വന്നിട്ടുണ്ട്. പാഴ്സി രാജാവിന്റെ പ്രഭു ദാനിയേലിന്റെ പ്രാർത്ഥന 21 ദിവസം തടഞ്ഞു വെച്ചെങ്കിലും ആ പ്രാർത്ഥന മറുപടിയായി വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ആത്മാവ് ചില എന്താ പറയുക ഇടപെടലുകൾ ദൈവാത്മാവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രാത്രി പരിശുദ്ധം വളരെ ശക്തമാണ്. ഇന്ന് രാത്രിയിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. യാക്കോബ് ഒറ്റ ആരാധന കൊണ്ട് താൻ ഒരു രാഷ്ട്രമായി മാറി. ഞാൻ അതിലേക്കൊക്കെ പോകാൻ ഒത്തിരി സമയം എടുക്കുന്നാലും യാക്കോബ് വർദ്ധിച്ചു വന്നു. അവനൊരു വടിയുമായി മാത്രം ഞാൻ അക്കരെ കടന്നു. ലാബാന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു വടി മാത്രമേ ഉള്ളൂ. തിരിച്ചു വന്നപ്പോൾ 2 കൂട്ടമായി അവൻ തിരിച്ചു വന്നിട്ട് തന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു സംതൃപ്തിയില്ല. അപ്പന്റെ അനുഗ്രഹം കിട്ടി, ഉപായത്തിലാണെങ്കിലും ദൈവം ലാബാന്റെ വീട്ടിലിട്ട് അവനെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചു, സമ്പത്ത് കൊടുത്തു, അനുഗ്രഹം കൊടുത്തു. ഇതൊക്കെ ശരിയാണ്, എല്ലാം കിട്ടി. അവന് ആവശ്യമുള്ളതെല്ലാം അവന്റെ ആയുഷ്കാലത്ത് ജീവിക്കേണ്ട സകലത്തിന്റെ തലമുറയോടുകൂടെ ഉള്ളത് ദൈവം കൊടുത്തിട്ടും യാക്കോബിന് തൃപ്തിയായി. യാക്കോബ് എന്ന കടവിന്റെ അകത്ത് വെച്ച് എല്ലാം മാറ്റിയിട്ട് സ്വയമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. ഒറ്റയ്ക്ക് ഇരുന്ന് ദൈവത്തിന്റെ ദൂതനുമായി മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ആ ആരാധനയ്ക്കകത്ത് ഒരു രാഷ്ട്രമായി അവൻ മാറി. ജനറേഷനെ തുറക്കുന്ന ഒരു രാഷ്ട്രമായി അവൻ പുറത്തു വന്നു. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് അതുപോലെ ആക്യുറേറ്റ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ അസാധാരണമായ നിയോഗങ്ങൾ തുറന്നു വരും. വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടായി വരും. ആരാധിക്കുന്നവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. രാത്രി വർദ്ധിച്ചുകൊണ്ട് ദേശത്തിന്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ദേശത്തിന്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവനെ ചൊല്ലി അടുത്തുള്ള ദേശക്കാരെ പേടിച്ചു എന്ന് പറയുന്നത്. എന്ന് പകരം ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ജീവിതത്തിലേക്ക് ഇടപെട്ട
കർത്താവിന്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് ഒരു ശത്രുവിൽ നമ്മളെ തോൽപ്പിക്കാൻ സീസൺ ചേഞ്ച് ആകാൻ പോകും. കർത്താവിനോട് പറയുന്നു, ഒരു ഉണർവിന്റെ സീസൺ വരാൻ പോവുകയാണ്, ഞാനെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക. ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ട്. ഞാൻ കാര്യം പറയാം, ദൈവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ട്. ദൈവം ഉണ്ടെങ്കിൽ ദൈവം പറയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിനകത്ത് വരത്തില്ല. ഞാനത് വിശ്വസിക്കുന്നു, ഞാൻ അതിൽ ജീവിക്കുന്നു, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ പറയട്ടെ, സഭയോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ, ഒരു ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ വന്നാൽ അതിന്റെ നടുവിലും ദൈവമുണ്ട് എന്നൊരു ഉറപ്പ് നമ്മൾ ചെയ്യും. രാവിലെ പറഞ്ഞ് ഞാൻ കൂരിൽ താഴ്വരക്കൂടെ നടന്നു പോയാലും മരണത്ത് ഞാൻ ദത്തപ്പാലി അതിനകത്തോടെ സഞ്ചരിക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടുന്നു, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഞാൻ പറയട്ടെ, ഏത് പ്രതിസന്ധിക്കകത്തും നമ്മളോടൊപ്പം ദൈവമുണ്ട്. സ്വത്രം ഏത് പ്രതിസന്ധിക്കകത്തിരിക്കുന്ന പ്രതിസന്ധിയോട് കൂടെ ഒരു രോഗത്തിന്റെ അകത്തിരിക്കുക. ആൾക്കാർ പറയും, ശരി ഇവർക്ക് രോഗം വരാമോ, ഇവർക്ക് കടഭാരം വരാമോ, ഇവർക്ക് ഏത് പ്രതിസന്ധി ഉണ്ടല്ലോ പ്രതിസന്ധിക്കകത്തോടെ വഴി നടത്തുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട്. സ്വത്രം രാത്രി അസാധാരണ നീയോ ചിലടർമേൽ വീഴുന്നതാ കർത്താവ് അന്യഭാഷയിലോ ചേഞ്ച് ആകുന്ന ദൈവാത്മാനെ കാണിക്കും. ഞാൻ 18 കൊല്ലവും 20 കൊല്ലവും പറഞ്ഞ അതേ ഭാഷ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ലാംഗ്വേജ് ചേഞ്ച് ആകട്ടെ, സീസൺ ചേഞ്ച് ആകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഒരു വർധനം ഉണ്ടാകട്ടെ. ക്ലൈമറ്റ് യാക്കോബ് പറഞ്ഞില്ല, 20 കൊല്ലത്തെ അനുഗ്രഹം എനിക്ക് വേണ്ട, എനിക്കത് പോരാ, എനിക്ക് അത് വേണ്ട, എനിക്ക് ദൈവത്തിന്റെ മക്കളുടെ ഡയറക്റ്റ് ആയിട്ട് ഒരു അനുഗ്രഹം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല ഞാൻ തന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ ആ രാത്രിയിൽ, ഒറ്റ രാത്രി കൂടെ 20 കൊല്ലത്തെ കടം ദൈവം അവനെ രാഷ്ട്രമാക്കി മാറ്റി. ഇന്ന് പകലിൽ നിന്റെ ഉള്ളിൽ കിടക്കുന്ന നിയോഗം വളരെ വലുതാണ്. എന്താ പറയുക, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി വളരെ വലുതാണ്. എന്താ പറയുക, അതിനെ തിരിച്ചറിയുക. രാത്രി എത്ര ശത്രു എത്ര ഒളിയുമ്പോൾ ഞാനൊരു കാര്യം വളരെ ശക്തമാണ്. ഏത് ഭക്തനെ എടുത്ത് പറഞ്ഞാലും അവരുടെ ജീവിതത്തിനകത്ത് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മളൊന്നും അനുഭവിക്കാത്തതിന്റെ 100 കണക്കിന് പ്രതിസന്ധികൾക്കകത്ത് കടന്നുപോയ ഭക്തന്മാരാണ്. അവരുടെ ജീവിതത്തിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് അവർ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്നത്. എന്ന് പറയുന്നത് ആലോചിച്ച് വെക്കുക, അത്രയും കഷ്ടതകളൊന്നും നമ്മുടെ ജീവിതത്തിനകത്ത് വന്നിട്ടില്ല. സ്വത്രം അത്ര പ്രതിസന്ധിക്കകത്തോട് യാക്കോബ് പറഞ്ഞൊരു കാര്യം, എന്റെ കണ്ണിന് ഉറക്കമില്ലായിരുന്നു. എനിക്ക് ഒരു ദിവസം 20 കൊല്ലം എനിക്ക് സ്വസ്ഥതയില്ലായിരുന്നു. എന്റെ കണ്ണിന് ഉറക്കമില്ലായിരുന്നു. ഞാൻ എല്ലാം ഒട്ടിയവനായി, ശരീരം ഉണങ്ങിപ്പോയി, എന്റെ ശരീരത്തിനകത്ത് പുഷ്ടിയില്ലായിരുന്നു, ഞാൻ വളരെ മനോവേദനയിലായിരുന്നു. പക്ഷേ അവന് മനസ്സിലായി, അവൻ അറിയാതെ അവൻ വർദ്ധിച്ചപ്പോഴും യാക്കോബ് എന്ന കടവിനകത്തേക്ക് പറയാം, നീ എന്നെ അനുഗ്രഹിക്കണം, ഇനിയുള്ള സംവത്സരം എനിക്ക് അങ്ങനെയുള്ളതല്ല. ഇന്ന് പകരം ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചു. ഇന്ന് പകരം ദൈവത്തിനെ ആരാധിക്കുന്നവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ദൈവങ്ങളെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ വിശുദ്ധിയോടെ വേർപാടോടുകൂടി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു ആരാധന നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായാൽ നിന്റെ വീട്ടിന്റെ അകത്ത് വീഞ്ഞ് വർദ്ധിക്കും, ധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും, വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ന് പറയുന്ന ദൈവത്തിന്റെ ഞാൻ ആ വീട് ഒത്തിരി മേഖലയിൽ സംസാരിക്കുമ്പോഴും ദൈവം അതിനോട് ഒത്തിരി ഇടപെട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞാലും ഈ ഇസഹാക്ക് ഇത്രയും വലിയ അനുഗ്രഹത്തിലേക്ക് വരാൻ കാരണം അപ്പൻ വീട്ടിന്റെ അകത്ത് എവിടെയൊക്കെ പോയി താൻ കൂടാതെ പഠിച്ചാൽ അതിന്റെ ഫ്രണ്ടിൽ ഒരു ദേവാലയം കാണും. അവിടെ ഒരു യാഗപീഠം കാണും. എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിനകത്ത് നിന്നാലും അവിടെ ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് നിശ്ചയം. ദൈവത്തെ നമ്മൾ മുൻകൈ കൊടുത്താൽ അബ്രഹാം ഹാരാനിൽ വന്നു, ബഥേലിൽ വന്നു, അങ്ങനെ കനാനിൽ വന്നു, പല സ്ഥലങ്ങളിൽ താൻ കൂടാരം അടിച്ചു. ആ കൂടാരം അടിച്ചുകൊടുത്തല്ല, നിങ്ങൾ ബൈബിൾ വായിച്ചു നോക്കണം. 12-ാം അധ്യായം 12 അധ്യായം മുതൽ അബ്രഹാമിന്റെ ചരിത്രം നിങ്ങൾ എവിടെയൊക്കെ പോയി അബ്രഹാം പോയിടത്തെല്ലാം ഒരു യാഗപീഠം നടന്നു. അത് ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. ആരാധനയെ ദൈവം പ്രസാദിക്കുകയും ചെയ്തു. തലമുറകളുടെ അനുഗ്രഹം വാങ്ങിച്ചെടുക്കുന്ന പോലെ ഞാൻ പറയട്ടെ, ദൈവത്തിനെ ആരാധിക്കുന്നവർ വീട്ടിന്റെ അകത്ത് അനുഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. അബ്രഹാം പോകുന്ന വഴിയിൽ സമ്പന്നനായി തീർന്നു പറഞ്ഞു. ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിച്ച് അബ്രഹാം ബഹുസമ്പന്നനായി തീർന്നതിന്റെ കാര്യം എന്താണെന്ന് ഞാൻ സമ്പന്ന പ്രസംഗിക്കാനല്ല പറഞ്ഞു. അവൻ ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെട്ടു. നമ്മുടെ ആത്മീയമായും ഭൗതികമായും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആരാധനയിൽ ഒട്ടും കുറവില്ലാത്തവനായിരുന്നു. ദൈവമക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കുറവില്ലാത്തവനായിരുന്നു. അബീമേലെക്കിനെ കാണുമ്പോൾ അവൻ പറയാ, നിന്റെ കയ്യിൽ നിന്ന് ചെരുപ്പാകട്ടെ, ഒരു ചരടാകട്ടെ ഞാൻ എടുക്കത്തില്ല. കാരണം എന്തെന്ന് അറിയാമോ, ഞാൻ സേവിക്കുന്ന എനിക്കൊരു ദൈവമുണ്ട്. ആളെ സഫിഷ്യന്റ് ഫോർ ദാറ്റ്. ദൈവ സഫിഷ്യന്റ് ആണ് എനിക്ക്. നീ എന്നെ വലുതാക്കിയെന്ന് പറയാതിരിക്കുക, നിന്റെ ഒന്നും മാറത്തില്ല. കാരണം എത്ര ധൈര്യമായ കോൺഫിഡൻസ് ആണ്. ഞാൻ പറയട്ടെ, ദൈവ മക്കളുടെ വീട്ടിന്റെ അകത്ത് വായ്പ മാറാൻ ഇടവരത്തില്ലെന്ന് പറഞ്ഞാൽ ഇടവരത്തില്ല. വിശുദ്ധിയോട് നിങ്ങൾ ആരാധിച്ച നിങ്ങൾ സെൻസിറ്റീവ്. കഥ പറഞ്ഞു, നിങ്ങൾ എന്നോട് വാദിക്കും, എന്നോട് നിങ്ങൾ സംസാരിക്കും, എന്നോട് വിശുദ്ധിയോട് അടുത്ത് വരും, ഞാൻ നിങ്ങളോട് അടുത്ത് വരാം. പലപ്പോഴും പ്രവാചക ശബ്ദമൊക്കെ അതാണ്, നിങ്ങൾ എന്നോട് അടുത്ത് വരുമെങ്കിൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരാം. എന്ന് വേണ്ട, വലിയ പ്രവാചകന്മാർ മുതൽ തുടങ്ങി ചെറിയ പ്രവാചകന്മാർ വരെ എല്ലാ ദൈവശുദ്ധം ഇത് തന്നെയാണ്. നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൽ, ഞാൻ നിങ്ങളോട് അടുത്ത് വരിക. നിങ്ങൾ പാപം കഠിനമായാലും
നിങ്ങൾ എന്നോട് അടുത്ത് വരുവീൻ, ഞാൻ ഹിമം പോലെ ഒളിപ്പിച്ചു തരാം, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കാം, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം, നിങ്ങൾ മനം തിരിഞ്ഞ് എങ്കിലേക്ക് തിരികെ വരുവീൻ. ഇന്ന് പകലിൽ ദൈവശബ്ദം, പ്രവാചക ശബ്ദം മുഴുവനും അതാണ്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിൽ പറയട്ടെ, ഏതൊക്കെയോ മേഖലയ്ക്കകത്ത് കയറുവാൻ കഴിയാതെ, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ഒരു സ്തോത്രം പോലും പറയാൻ കഴിയാതെ, ഒരു സ്തുതി പോലും പറയുവാൻ കഴിയാതെ, ദൈവത്തെ വേണ്ടുവണ്ണം ആരാധിക്കാൻ കഴിയാതെ എവിടെയെങ്കിലും ഒക്കെ ശത്രു അടക്കി വെച്ചിട്ടുണ്ട് രാത്രി അതെല്ലാം പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. അതെല്ലാം ദൈവത്തിന്റെ അകത്തൊന്ന് വിട്ടുപോട്ടെ. ദൈവത്തിന്റെ അകത്തേക്ക് ഇവരുടെ അബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധമായി പ്രാപിക്കണമെങ്കിൽ ഇന്ന് പകലിൽ അബ്രഹാം പ്രാപിച്ച അതേ അനുഗ്രഹം, അതേ വർധനവ്, അതേ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനകത്ത് വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തു വിശുദ്ധിയുള്ള ആരാധന വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം വരുള്ളൂ. ഞാൻ പറയട്ടെ, ഇന്നും ലോകരാജ്യങ്ങൾ വളരെ ഭീഷണിയിൽ, വളരെ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദൈവത്തിനാത്മ വളരെ ശക്തമായി പറയുന്നു, നമ്മൾ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ദൈവത്തെ സമീപിച്ചാൽ നമുക്ക് പരാജയമില്ല. ഏത് മേഖലയിലാണല്ലോ പരാജയം ദൈവം അനുവദിക്കുന്ന കാര്യമല്ല. ദൈവത്തിൽ പരാജയമുണ്ടോ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവത്തിൽ പരാജയമുണ്ടോ? ഇല്ല, ഇല്ല. പരാജയമുള്ളത് നമുക്കാണ്, പരാജയമുള്ളത് ലോകത്തിനാണ്. അതുകൊണ്ട് ദൈവത്തിൽ പരാജയമില്ല. അതുകൊണ്ട് നമ്മൾ അതിൽ വിശ്വസിക്കുക. കർത്താവിൽ വിശുദ്ധിയോടെ എന്നോട് ദൈവം വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ദൈവത്തിനടുത്തേക്ക് ചെല്ലുവാൻ കഴിയാത്ത എന്തെങ്കിലും മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ അഴിച്ചു കളയാം. എന്ന് പകലിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം. ഈ വേർഡ് ഞാൻ ദൈവസഭയിൽ വർദ്ധിച്ച്, ഞാൻ സഭയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കും, അവിടെ വർധനം ഇന്ന് രാത്രിയിൽ ഇതിൽ കേൾക്കുന്ന എല്ലാവരുടെ മേലും ഞാൻ പറയട്ടെ, വിശുദ്ധിയോടെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന റിലീസാണ്. നിങ്ങളുടെ വീട്ടിനകത്ത് വർധനം ഉണ്ടാവണം. ഞാൻ പറയട്ടെ, അരി കഴുകി ഇടുമ്പോൾ അതിനകത്ത് വർദ്ധിച്ചു വരും. നിങ്ങൾ നോക്കിയോ, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ചെറുപ്പക്കാരൊക്കെ എന്റെ മാതാവ്, എന്റെ വെല്ലുമ്മച്ചി അരിയില്ലാത്ത സമയത്ത് പ്രാർത്ഥിച്ച് വെള്ളത്തിൽ അരിയിട്ട്, അല്ലെങ്കിൽ 10 പേർക്ക് ഉള്ളത് വരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അത് ഉണ്ടായി വന്ന കണ്ട ഒരു തലമുറയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൈവത്തിൽ വിശ്വസിച്ചാൽ അത് വർദ്ധിക്കും. ഞാൻ പറയട്ടെ, ഒരു പിടി അരി കൊണ്ട്, ഒരു നാഴി 2 നാഴി അരി കൊണ്ട് 10 പേരെ പോഷിപ്പിക്കാൻ ഒരു കപ്പാസിറ്റിയുള്ള മാതാപിതാക്കൾ ഒരു തലമുറയിൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായി. നമ്മൾ വിശ്വസിച്ച് എന്ത് കൽപ്പിച്ചാലും എന്ത് നമ്മൾ ഇട്ടാലും അത് വർദ്ധിച്ച് മടങ്ങി വരും. നിന്റെ അപ്പത്തെ വെള്ളത്തെ എറിയുക, അത് ഏറി 4 കഴിയും മുമ്പ് 7 ഇരട്ടിയായിട്ട് മടങ്ങി വരുന്ന ദൈവത്തിന്റെ വചനമെങ്കിൽ ഇന്ന് പകലിൽ ഏത് മേഖലയാണോ നിങ്ങളെ തടസ്സപ്പെടുന്നത്, ഏത് മേഖലയാണോ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്ന, ആ മേഖലയെ നോക്കി യേശുവിന്റെ നാമത്തിൽ അത് വിട്ടുമാറാൻ പറ. ഇന്ന് പകലിൽ ഉളവായി വരുന്ന ഒരു ദൈവമുണ്ട്. മരിച്ചവരെ ജീവിക്കുക, ഇല്ലാത്തതിനുള്ള ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും വളരെ ശക്തമായ ദൂതുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇടിച്ചു കയറട്ടെ. ഒരു വലിയ വലിയ ദൈവ ശബ്ദമായി ഇന്ന് രാത്രി ഹൃദയത്തിന്റെ അകത്ത് മരണം വരെ പതിഞ്ഞിരിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുന്നവന് ഇവരുടെ സ്ഥലത്തും പോയാൽ തോന്നത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവം സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ, 1-2 കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാകും. നമുക്ക് യോസഫിനെ അറിയാം. യോസഫിന്റെ കഥയൊക്കെ നമുക്ക് ഒത്തിരി അറിയാം. യോസഫ് ഒരു ദർശനം കാണുന്നു. ആ ദർശനം തന്റെ ജീവിതത്തിനകത്ത് വരുമ്പോൾ താൻ വീട് വിട്ട് പോകേണ്ടതായിട്ട് വരുന്നു. സഹോദരന്മാരെതിരായി വരുന്നു. പൊട്ടക്കിണറുണ്ടാകുന്നു, അടിമച്ചന്ത ഉണ്ടാകുന്നു. പൊത്തിപ്പറിന്റെ ഭവനത്തിനകത്ത് ചെയ്യാത്ത തെറ്റിനായിട്ട് താൻ പോകുന്നു. അവിടെ എല്ലാം ജയിലിലേക്ക് പോകുന്നു. ഒരു തെറ്റും ചെയ്യാതെ ജയിലിനകത്തേക്ക് പോകുന്നു. അവിടെ താൻ മിണ്ടുന്നില്ല. പാപത്തെ ജയിക്കുന്നു. അവിടെ പാനപാത്രവാഹങ്ങൾ മറന്നു പോകുന്നു. അവസാനം താൻ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നു, ഒരു മന്ത്രിപദത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ആദ്യം ദൈവം പറഞ്ഞൊരു വേർഡുണ്ട്, നിന്റെ കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കും. ഒരു ദൈവദൂതന് പറയാണ്, നിന്റെ കറ്റാണ് നിന്നെ വണങ്ങുന്ന, 12ാമത്തെ കറ്റയെ വണങ്ങുന്ന, നിന്റെ കറ്റയെ വണങ്ങുന്ന ഒരു ദർശനം ദൈവം കൊടുത്തു. ദൈവം നമുക്കൊരു വിഷൻ തന്നിട്ടുണ്ട്. ദൈവം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ബ്ലസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എത്ര പ്രതിസന്ധികൾക്കകത്തൂടെ സഞ്ചരിച്ചാലും ആ പ്രവചന നിവർത്തിക്കകത്ത്, ആ ദർശനത്തിനകത്തേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും. സ്വന്തം പറഞ്ഞാൽ ഒരു ജനറേഷന് പുറത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വമാണ് യോസഫിന്റെ മേലെ ദൈവം ഇടാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലിൽ അസാധാരണമായ ദൈവപ്രവൃത്തി. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, മിസ്രൈമിന്റെ അകത്ത് 7 വർഷത്തെ ക്ഷാമം ഉണ്ടായി. മിസ്രൈമിന്റെ അകത്ത് 7 വർഷത്തെ ക്ഷാമം ഉണ്ടായപ്പോ യോസഫ് മന്ത്രിയായിരിക്കുമ്പോൾ യോസഫ് പറയാണ്, ഈ 7 വർഷം നമ്മൾ ധാന്യങ്ങൾ ശേഖരിക്കണം. അടുത്ത 7 വർഷം ക്ഷാമത്തെ കാലഘട്ടം. ഈ ക്ഷാമത്തെ മറികടക്കാനുള്ള ഒരു എന്നതുപോലെ ഒരു തയ്യാറെടുപ്പ് എന്നതുപോലെ ക്ഷാമത്തിൽ രാജ്യം നശിച്ചു പോകാതിരിക്കേണ്ടതിനും ദേശം നശിച്ചു പോകാതിരിക്കുന്നതിനും യോസഫിലൂടെ ദൈവം ഇടപെടുകയാണ്. ഈ 7 വർഷം സമൃദ്ധിയുടെ വർഷമാണ്. ആ വർഷത്തിൽ ധാന്യങ്ങൾ ശേഖരിക്കണം. അപ്പോൾ യോസഫിന്റെ മേൽ കിടക്കുന്ന ദൈവിക പ്രവചനങ്ങളുടെ നിവൃത്തിയിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം. ഏകദേശം 16-17 വയസ്സിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നു. 30ാമത്തെ വയസ്സിൽ മന്ത്രിയാവുന്നു.
ഏകദേശം കുറച്ച് വർഷങ്ങൾ താൻ കഠിനമായ യാത്രകൾക്കകത്തോടാണെങ്കിലും തന്റെ ഡെസ്റ്റിനിക്കകത്ത് ദൈവം എത്തിച്ചു. സോ നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നതിന് നമ്മളെ ദൈവം വർദ്ധിപ്പിക്കുമെന്ന ഒരു വേർഡ് നമ്മുടെ ജീവിതത്തിനകത്ത്, ഒരു ദൂത് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം അതിന്റെ ഓദർ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കുക. എത്ര വർഷം കഴിഞ്ഞാലും ആ ദൂത് നിറവേറാതെ ഭൂമി വിട്ടു പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. സ്വതന്ത്രം പറഞ്ഞു ഇന്ന് രാത്രി ദൈവം ഒരു ദൂത് തന്നിട്ടുണ്ടെങ്കിൽ മരണം കാണിക്കുന്നതിന് മുമ്പേ, മരണം വിടുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ദൈവത്തിന് പറയുന്നതിന് മുമ്പേ ആ വാക്തത്വം കൊടുത്ത് പ്രാപിച്ചിരിക്കും. കർത്താവ് നമ്മുടെ ജീവിതത്തിലിട്ട ദൈവിക വാക്തത്വങ്ങൾ നിറവേറിയിരിക്കും. അത് നിന്റെ സഹോദരന്മാർ എഴുന്നേറ്റ് വന്നാലും, പൊട്ടക്കിണർ ഉണ്ടായെന്ന് പറഞ്ഞാലും, അടിമച്ചന്ത ഉണ്ടായെന്ന് പറഞ്ഞാലും, ചെയ്യാത്ത അപവാദങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും, ജയിലിന് സമാനമായ വിഷയങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും, അതിനകത്തൂടെ യാത്ര ചെയ്യിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ അറിയാതെ നിന്നെ പോഷിപ്പിച്ച് നടത്തുന്ന ഒരു ദൈവ കരമുണ്ട്. വിശ്വസിക്കുക. എന്ന് പകലിൽ ഞാൻ അതിനകത്തൊക്കെയൊന്നും പക്ഷെ അതിനകത്ത് ഒരു വീട് മാത്രം. യോസഫ് ധാന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങിയപ്പോൾ അളവ് നിർത്തിവെച്ചെന്നാ പറഞ്ഞു. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായി. അവിടെ മിസ്രൈമിന്റെ അകത്ത് അളക്കാൻ കഴിയാതെ വണ്ണം അളവ് നിർത്തിവെച്ചു എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ അമ്മ പറയുന്നത്, നിന്നെ വർദ്ധിപ്പിച്ചാൽ അളക്കാൻ കഴിയാത്ത അനുഗ്രഹം നിന്റെ കയ്യിൽ ദൈവം കൊണ്ടുവന്ന് വരും. ഇതുപോലെ വിശ്വസിച്ചോ. ചില ജനറേഷനെ തൊടുവാൻ ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഭൗതിക മേഖല അനുഗ്രഹിക്കപ്പെടുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, എനിക്ക് വരെ തലമുറയ്ക്ക് വേണ്ടി എന്നുള്ളതാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന അങ്ങനൊന്നും അല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജനറേഷന് വേണ്ടിയാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഇപ്പോഴും ആ കാലഘട്ടത്തിലെ ഒരു ബ്ലെസ്സിങ്സ് നിന്നിലൂടെ തുറക്കാൻ വേണ്ടിയാണ്. എന്ന് ഒരു വിശ്വസിക്കുന്ന ഒരു വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. നമ്മുടെ തലമുറ, കുടുംബം, നമ്മുടെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നതല്ല. ദൈവ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിന്റെ വർദ്ധനവുണ്ടാകണം. ഇപ്പോൾ ആ ഫോക്കസുകളെല്ലാം മാറിക്കൊണ്ടിരിക്കും. കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഫോക്കസ് മാറിക്കൊണ്ടിരിക്കുന്നു. യാത്രകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കും. ഞാനും എന്റെ കുടുംബവും എല്ലാവരും, ഞാനും എന്റെ കുടുംബം വന്നിരിക്കുക, എനിക്ക് മാത്രം മതി എന്നുള്ള ചിന്താഗതി ഉള്ളവന്റെ കയ്യിൽ ദൈവം ട്രസ്റ്റ് ലഭിക്കത്തില്ല. എന്ന് പറഞ്ഞ് വിശ്വസിക്ക്. കർത്താവ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിക്കുന്നത്. അതൊരു ജനറേഷനെ പുറത്തുകൊണ്ട് യോസഫിന്റെ ജീവിതത്തിനകത്ത് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായി. അവൻ പറഞ്ഞപ്പോൾ ആ ദേശത്തിന്റെ അകത്ത് അതുവരെ ഉണ്ടാകാത്ത ഒരു വിളവ് ഉണ്ടായെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിനകത്ത് ആരോടോ ഇടപെടും. നീ ഇരിക്കുന്ന പൊസിഷന്റെ അകത്ത് ദൈവം വർധനം തരാൻ പോവുകയാണ്. ഇന്ന് പകലിൽ വിശ്വസിച്ചു ഇരിക്കുന്ന ദൈവത്തിനകത്ത് വളരെ ശക്തമായി എന്നോട് ഇടപെടുന്നു. ചിലരോട് ദൈവം പറയുന്നു, നീ ആക്കി വെച്ചിരിക്കുന്ന പൊസിഷന്റെ അകത്ത് നീ ബ്ലെസ്സിങ് ആകാൻ പോവാ, ബ്ലെസ്സിങ് ആകാൻ പോവാ. ഞാൻ പറയുന്നത് ദേശത്തിനൊരു അനുഗ്രഹമാകാൻ വേണ്ടി ദൈവം ആ ദേശത്തിന് നട്ടിരിക്കുന്നു. സ്വത്രം പറഞ്ഞു. സ്വത്രം പറ. ഒരു സഭയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചില്ല. ആ സഭയിൽ നിങ്ങൾ ബ്ലെസ്സിങ് ആകാൻ വേണ്ടി ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. സ്വത്രം. ഒരു രാജ്യത്തെ നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിങ്ങൾ ഒരു ബ്ലെസ്സിങ് ആകാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്വത്രം 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 സ്വത്രം. ഞാനും എന്റെ കുടുംബം ചിന്തിക്കരുത്. ഒരു സഭയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടെ ഒരു ബ്ലെസ്സിങ് ആയി മാറും. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥാനം നിങ്ങളുടെ മേൽ വീണിരിക്കുകയാണ്. ദൈവത്തിന്റെ സാധാരണ എവിടെ നിങ്ങളുടെ ഒരു കുടുംബത്തിനകത്ത് ദൈവം പലരോട് സംസാരിക്കുന്ന നിങ്ങൾ ഒരു കുടുംബത്തിനകത്ത് ദൈവം നട്ടെങ്കിൽ ആ കുടുംബത്തിന് മുഴുവൻ നിങ്ങൾ ബ്ലെസ്സിങ് ആകാൻ വേണ്ടിയാ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നിനക്ക് വിരോധമായിരിക്കുന്നവർക്കും, നിനക്ക് അനുകൂലമായിരിക്കുന്നവർക്കും, നിനക്ക് പ്രതികൂലമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ബ്ലെസ്സിങ് ആകാൻ വേണ്ടിയാണ് ദൈവത്തിനെ ആഗ്രഹിച്ചത്. ദൈവ ഹൃദയം നിന്നിലേക്ക് കൈമാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. യോസഫ് തിരിച്ച ആ പൊസിഷനകത്ത് ഒരിക്കൽ പോലും താൻ ഒരു പ്രതികാരദാഹിയായി തന്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരിക്കൽ പോലും ഒരു വീട് പോലും താൻ പറയുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ അയച്ചെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? വേറൊരു വലിയ രഹസ്യം ഒരു ഇത് മരണം വരെ നിങ്ങൾ സൂക്ഷിക്കണം. മരണം വരെ ഈ വീടുകൾ നിങ്ങൾ ഒരിക്കലും ദൈവം ട്രഷർ ഷെയർ ചെയ്യാതെ കൊടുത്തില്ല. ബൈബിൾ ഷെയർ ചെയ്യാത്തവർക്ക് കൊടുക്കത്തില്ല, കൊടുക്കുകയല്ല ദൈവം. യോസഫിന്റെ മനസ്സതായിരുന്നു. തന്റെ സഹോദരന്മാർക്ക് വേണ്ടി അവൻ തന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തതിനു വേണ്ടി ഇവരെ ഷെയർ ചെയ്ത് കൊടുത്തു. അവരെ ഈ രാജ്യത്തിലെ ക്ഷാമത്തിനകത്ത് വിടുവിച്ച് കൊണ്ടുവന്നു. ഈ നിയോഗം, ഇതാണ് ലീഡർഷിപ്പ്, ഇതാണ് ദൈവപ്രവൃത്തി, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് ഓർമ്മ വരുന്നതുകൊണ്ട് പറയാം. പത്രോസിന്റെ പടകിനെ നിറച്ചപ്പോൾ പത്രോസ് ഒരിക്കലും ചിന്തിച്ചില്ല, ഞാൻ ഇത് വിറ്റിട്ട് എന്റെ വീട്ടുകാരും എന്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ദൈവം എനിക്ക് വേണ്ടി എന്റെ പടകിനകത്ത് ചെയ്ത ഒരു അത്ഭുതമാണെന്ന് ഒരിക്കലും അവൻ ചിന്തിച്ചില്ല. അവൻ അടുത്തുള്ള തന്റെ സഹോദരൻ ഓടി വരാൻ പറഞ്ഞു. ഓടി വന്ന് അവരെയും കൂടെ ഇതിനകത്ത് പങ്കാളിക്കണം. മനസ്സിലായോ? ഇങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുന്നവരെയാണ് ദൈവത്തിന് ആഗ്രഹം. സ്വന്തം ഷെയർ ചെയ്യുന്നവന്റെ കയ്യില് ദൈവം ഏൽപ്പിക്കത്തുള്ളൂ. പത്രോസിന്റെ വാദത്തിന്റെ വല തീർന്നുള്ളതെന്ന് പറഞ്ഞത് അവർ 2 കടകളും നിറച്ചു എന്ന് പറയുന്നത്. മനസ്സിലായോ? വേണമെങ്കിൽ അപ്പൊ അവസാനം പറഞ്ഞത്, കർത്താവേ ഞാൻ പാപിയ ഒരു മനുഷ്യൻ എന്നെ വിട്ട് പോകണം. ആ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ പറയുന്നു, അങ്ങനെയുള്ള പടകിന്റെ അകത്ത് വലയ്ക്കകത്ത് മീൻ പെരുകിന്ന മീൻ അതിനകത്ത് മറ്റുള്ളതാണ് ഒറിജിനൽ വീട് കിടക്കുന്നത്. മീൻ അതിന്
നിന്റെ ചെറിയ സാധ്യതയെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ദൈവം പറയാം, നിന്റെ ചെറിയ ജോലിക്ക് ദൈവം നിന്നെ ബ്ലസ് ചെയ്യും. ഇന്ന് രാത്രി വലിയതൊന്നും കിട്ടാത്ത നിന്റെ ഉള്ളതിനെ വർദ്ധിപ്പിക്കാൻ ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് പകലിൽ കർത്താവിന്റെ കാര്യത്തിലേക്ക് 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ അത് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. സ്വോത്രം 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 സ്വോത്രം. ദൈവത്തിൽ വിശ്വസിച്ച് വിതയ്ക്ക് വർദ്ധിക്കും എന്ന് പറയും. നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഓടിപ്പോയി പറഞ്ഞു, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. കർത്താവ് ഞങ്ങൾ ഫൗണ്ട് ചെയ്തപ്പോൾ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പം 2 മീനുമുണ്ട്. ആ ബാലന്റെ മനസ്സൊന്ന് ആലോചിച്ച് വെക്കാം. അവൻ കൊടുത്തു, ഒരു ബാലനായതുകൊണ്ട് കൊടുത്തു. പക്ഷെ ഒരു മുതിർന്ന ആളായിരുന്നു കൊടുക്കില്ലായിരുന്നു. കാരണം അവന്റെ കുഞ്ഞിനും എന്റെ ഭർത്താവിനും കൊടുത്തിട്ട് തിന്നോണ്ട് മിണ്ടാതിരിക്കാന്ന് പറയുന്ന ഒരു തലമുറയായിരുന്നു. പക്ഷെ ആ ബാലൻ അത് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തപ്പോഴത്തേനും യേശു അതിനെ എടുത്ത് അവനെ വർദ്ധിപ്പിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ കയ്യിലിരിക്കുന്ന സാധ്യതയെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ്. നിന്റെ കയ്യിലിരിക്കുന്ന വലിയ സാധ്യത 5 അപ്പം 5000 വരെ ഘോഷിപ്പിച്ചെന്ന് പറഞ്ഞാൽ ചെറിയ ബാലൻ കയ്യിലിരുന്ന ആ അപ്പത്തെയും മീനെയും ദൈവം വർദ്ധിച്ചപ്പോൾ 25,000 വരുന്ന ഒരു കൂട്ടത്തിന് രക്ഷപ്പെടുത്താൻ കാരണമായി തീർന്ന ഇന്ന് പകൽ ദൈവത്തിനാണ്. നിന്റെ കയ്യിലിരിക്കുന്നത് വിതയ്ക്ക് കൊടുക്ക, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് വർദ്ധിച്ചു വരും. അവർ ശേഷിച്ച അപ്പകഷ്ണങ്ങൾ 12 കൂട്ടം നിറച്ചെടുത്തു എന്നാണ് അവിടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീതിച്ചവനും കൊടുത്തവനും എല്ലാം തൃപ്തി വരത്തക്ക നിലവാരത്തിൽ അതിനകത്തൊരു വർദ്ധന. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിന് ചിലരുടെ വീടിന്റെ അകം വർദ്ധിക്കട്ടെ, ചിലരുടെ വീട്ടിന്റെ അകം വർദ്ധിക്കട്ടെ. അടുക്കളയ്ക്കകത്ത് എന്നോട് ദൈവാത്മാവ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ചിലരുടെ വീടിന്റെ അടുക്കള ശൂന്യമായിട്ട് ദൈവാത്മാവ് ഞാൻ കാണുന്നു. വർദ്ധിക്കട്ടെ. ഇല്ലായ്മ പറയുന്ന ആരും അറിയാതെ ചില ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കൊടികുത്തി വാഴുമ്പോൾ അതിനകത്തൊരു വർധനം ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നടയട്ടെ. വീട്ടിന്റെ അകത്ത് അസാധാരണമായ ദൈവപ്രഭുവിന്റെ തലമുറയ്ക്ക് ഭക്ഷിക്കാൻ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടായി വരട്ടെ. യേശു നല്ല വസ്ത്രങ്ങൾ ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സമൃദ്ധി ഉണ്ടായി വരട്ടെ. കർത്താവ് എന്നോട് പറഞ്ഞ വേടാണ് ഈ വേട്. ഞാൻ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വർധനവ് എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരുപാട് വർധനവ് ദൈവം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞാൻ പറയട്ടെ, അപ്പം അവൻ അത് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ പത്രോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ തയ്യാറായി. ഇന്ന് രാത്രി ദൈവത്തിന്റെ അമ്മ വളരെ ഷെയർ ചെയ്യുന്നവരെ ദൈവം വർദ്ധിപ്പിക്കും. അവരുടെ കയ്യിൽ ചില ട്രഷറുകൾ കൊടുക്കും ദൈവം, ചില ദൈവപ്രവൃത്തി. ഞാൻ ഒരു കാര്യം കൂടെ പറയുമ്പോൾ നിങ്ങൾക്കത് വളരെ ഞാൻ പറഞ്ഞില്ല, ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കരമായ ദൈവപ്രവൃത്തിയെ കൊണ്ട് ഭയങ്കരമായ ദൈവപ്രവൃത്തി 100% വിശ്വസിക്കുന്നു. ഈ മെസ്സേജ് മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമെങ്കിലും വന്നിരിക്കും. നിശ്ചയമായി നിങ്ങളുടെ വിഷയത്തിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. ദൈവത്തെ നമ്മൾ ശുദ്ധിയോടെ ആരാധിക്കുക. ഏലിയാവ് ശുദ്ധിയുള്ള ആരാധന കാഴ്ചവെച്ചപ്പോൾ തീ ഇറങ്ങി വന്നെന്നാ പറയുന്നത്. സിസ്റ്റർ ആദ്യം തന്നെ സംസാരിക്കാൻ എളുപ്പം കേട്ടത്. തീ ഇറങ്ങി വന്നു. ആരാധിക്കുന്നവന്റെ മുമ്പിൽ എത്ര വലിയ കൂട്ടം നിനക്കെതിരെ വിരോധമായി സംസാരിച്ചാൽ അതിന്റെ നടുവിൽ ഇറങ്ങി വന്നത് ഞാൻ ഇവനോടൊപ്പം ഉണ്ടെന്ന് ദൈവം തെളിയിക്കും. സ്തോത്രം. ഞാൻ എന്റെ മകന്റെ കൂടെ ഇറങ്ങി വരുമ്പോൾ ദൈവം തെളിയിക്കും. അതാണ് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞത്. കാടയിറച്ചി കൊടുത്തപ്പോൾ അവർക്ക് തിന്ന് അവരുടെ മൂക്കിൽ നിന്ന് ഗന്ധം വലിച്ചിട്ട് അവർക്ക് തന്നെ ഓക്കാനം വന്നു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് കേട്ടോ. വിശ്വാസത്തിനകത്ത് വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവം വർദ്ധിപ്പിച്ചാൽ നീ മടുക്കുന്നവരെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് പകലിൽ നീ അറിയാത്ത സാധ്യതകൾ ദൈവം തുറക്കും. ഇതുവരെ കാണാത്ത ഡോറുകൾ ദൈവം തുറക്കും. നമ്മുടെ ലിവ്യാതാന്റെ തലയെ തകർത്തിട്ട്, അതുപോലെ തന്നെ സമുദ്രത്തിനകത്ത് കിടന്ന ലിവ്യാതാന്റെ തലയെ തകർത്തിട്ട് കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് അതിനെ തടുക്കുന്ന എത്ര വലിയ ലിവ്യാതാനായിരുന്നാലും അതിനെ തകർത്തിട്ട് നിനക്ക് വേണ്ടി അപ്പവും ഇറച്ചിയും കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് പകരം വിശ്വസിക്കുക, നമുക്ക് ദൈവത്തിന്റെ വർദ്ധനവ്, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വിശ്വസിച്ച് ആരാധിക്കുന്നവന്റെ മുമ്പിൽ വലിയ ദൈവ പ്രവർത്തികളുണ്ട്. എന്തുകൊണ്ടാണ് ദൈവഭക്തന്മാരെല്ലാം എടുത്തു പഠിച്ചവരെല്ലാം പ്രതിസന്ധിക്കാത്ത ദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. ഏതൊക്കെ അത് പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. നമുക്കറിയാം, കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ട പൗലോസും ശീലാസും പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് പാടി ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? അതിനവർക്കറിയാം. ഭക്തന്മാരെല്ലാം ദൈവത്തെ ആരാധിക്കും. ഏത് പ്രതിസന്ധി, ഏത് പ്രതികൂലം വന്നാലും അതിനകത്തോടെ ഇറങ്ങി വരുന്ന ഒരു ദൈവപ്രവൃത്തി ഉണ്ട് മക്കളെ. ദൈവ പ്രവൃത്തി ഉണ്ട്. എന്ന് പകലിൽ ജനറേഷനെ തുടർന്ന് അഭിഷേകമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ദൈവാത്മാവിനോട് പറയുന്നു, നീ ഒന്ന് എഴുന്നേറ്റാൽ 1000 എഴുന്നേറ്റ് വരും. നീ ഒന്ന് സംസാരിക്കാൻ, നീ ഒന്ന് ചേഞ്ച് ആയ അനേകർ അനുഗ്രഹിക്കപ്പെടും. അനേകർ നിന്റെ കുടുംബത്തിനകത്ത് രക്ഷയുടെ അനുഭവത്തിൽ വരും. അനേകർ നീ മുഖാന്തരം ഒരു അനുഗ്രഹം. യോസഫും മുഖാന്തരം ഒരുപാട് കൂടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. യോസഫും മുഖാന്തരം പൊത്തിപ്പേറിന്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചെന്നാണ്. സ്വത്രം ഒന്ന് ആലോചിച്ച് നോക്കിയ നീ ആയിരിക്കുന്ന സ്ഥലം നീ ആയതുകൊണ്ട് മാത്രം. കാരണം ആരാധിക്കുന്നവനും ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ എവിടെ ചെന്നാലും അവൻ അവനൊരു അനുഗ്രഹമായി മാറും. സ്വത്രം.
ഞാൻ പറയട്ടെ, സാറാഫാത്തിലെ വിധവയുടെ അടുത്തേക്ക് അവളുടെ ദാരിദ്ര്യം തിന്നാനല്ല ദൈവം ഏലിയാവിനെ അയച്ചത്. അവളുടെ ദാരിദ്ര്യത്തെ പൊട്ടിച്ചിട്ട് അവൾ വർദ്ധനവുണ്ടാക്കാണ് ഏലിയാവിനെ ദാരിദ്ര്യത്തെ പൊട്ടിക്കാൻ ദൈവദാസന്റെ കയ്യിലേക്ക് ഉള്ളെടുത്ത് കൊടുത്തു. കർത്താവ് ഇത് തിന്നിട്ട് ഞാനും എന്റെ മകനും മരിക്കാനിരിക്കുക എന്ന് പറഞ്ഞു. നിന്റെ മരണം ആസ്വദിക്കാനും അത് പങ്കിടാനും അല്ല മകളെ ഞാൻ വന്നത് ദൈവം പറഞ്ഞിട്ടാവുന്നേ. നിന്റെ ഉള്ളത് നീ കൊണ്ടുവരും, അതിനെ വർദ്ധിപ്പിച്ച് ഞാൻ മടങ്ങിട്ട് ക്ഷാമകാലത്ത് ഇതുവരെ ഉണ്ടാകാത്ത ഒരു സമൃദ്ധി, ഒരു വർധനവുള്ള വീട്ടിന്റെ അകത്ത് ഉണ്ടായി. ഇന്ന് പോലെ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയട്ടെ, വിശുദ്ധിയോടെ നിൽക്കുന്നവരോട് പറയട്ടെ, ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുന്നവരോട് നിന്റെ വീട്ടിന്റെ അകത്തുള്ള സാധ്യതയെ വർദ്ധിപ്പിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്, കഴിവുള്ള ഒരു ദൈവപ്രവൃത്തി കൊണ്ട് ഇന്നും അത് നിലച്ചു പോയിട്ടില്ല. നമുക്ക് ഏരിയ പറഞ്ഞാൽ ഞാനിപ്പോ പ്രസംഗിക്കുന്നത് എന്റെ ദാരിദ്ര്യം മാറ്റമല്ല, നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റം. നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ അകത്തൊരു സമൃദ്ധി കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. നീ എന്റെ രട്ടിനെ സന്തോഷത്തെ ഉടുപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ല, ആ ദൈവത്തെ പ്രസംഗിക്കാനാണ് ഇന്ന് രാത്രി ദൈവം ഏത് മേഖലയായിക്കോട്ടെ കർത്താവ് ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ സാധാരണമായ ദൈവപ്രവൃത്തി നമ്മുടെ വീട്ടിനകത്ത്, നമ്മുടെ മിനിസ്ട്രിക്കകത്ത്, നമ്മുടെ ശുശ്രൂഷയ്ക്കകത്തെല്ലാം അത് വന്ന് ചേർന്നുകൊണ്ട് ഇന്ന് രാത്രി അവരോട് ദൈവം വളരെ സ്പെസിഫിക് ആയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ദേവദാസിമാരെ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഇതിനെ സൂക്ഷിച്ചാൽ, കർത്താവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി, ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായാൽ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്, കൊടുത്തോണം. മനസ്സ് തുറന്ന ദൈവത്തെ ആരാധിക്കണം. മനസ്സ് ഞാൻ പറഞ്ഞില്ലേ, അബ്രഹാം ആരാധിക്കുന്നവൻ, ഇസഹാക്ക് ആരാധിക്കുന്നവൻ, യാക്കോബ് ആരാധിക്കുന്നവനായിരുന്നു, ദൈവത്തെ ഭയമുള്ളവനായിരുന്നു. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ദാവീദ് ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്നത്, ആരാധനയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നവരായിരുന്നു. അവരെല്ലാം ജീവിതത്തിന്റെ അകത്ത് വലിയ നന്മകളെ, കാലഘട്ടങ്ങളുടെ സന്ദേശങ്ങളായി മാറാൻ കാരണം എന്താണെന്നറിയോ? അവർ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അകത്താണ്. ഒരു ദൂത് പറയാതിരിക്കാൻ പറ്റില്ല. യോസഫ് മുഖാന്തരം ആ വീട് അനുകരിക്കും, പൊത്തിഫറിന്റെ വീടിന്റെ അകത്ത് അനുഗ്രഹം വന്നത് അത് യോസഫ് മുഖാന്തരമാണെങ്കിൽ ഇന്ന് പകരം ദൈവാത്മാവിനോട് പറയുന്നത്, നീ മുഖാന്തരം നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടാൻ പോവുക. നീ ഒറ്റ ഒരുത്തം പ്രാർത്ഥിക്കുന്ന ഒരാളുള്ളത് കൊണ്ട് ആ വീട് ഫലമായി അനുഗ്രഹിക്കപ്പെടാൻ പോകും. എന്ന് പകരം വിശ്വസിക്കുക, കർത്താവ് വിശ്വസിക്ക്, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കെസിയ എന്ന് പറയുന്ന ഐഡിയയിലിരിക്കുന്ന ആ സിസ്റ്ററോട് ദൈവാത്മാവ് പറയുന്നത്, നീ ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു വർധനമായി മാറ്. ദൈവാത്മാവ് എന്നോട് വളരെ 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 സൂക്ഷ്മമായി സംസാരിക്കുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട, ഭാരപ്പെട. നീ മുഖാന്തരം ഒരു വർധനം അവിടെ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ജീവിതത്തിനകത്ത് ഉണ്ടാകട്ടെ. നീ വർദ്ധിക്കട്ടെ. കർത്താവ് പറയുന്നു, യോസഫേ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് മാത്രമാണ്, ഞാൻ നിന്നെ വിളിച്ച് ദർശനം തന്നത് ഞാനാണ്, അല്ലെങ്കിൽ നിന്നെ വിളിച്ചത് ഞാനാണ്, നിന്റെ ഉള്ളിൽ ആ സ്പോട്ട് തുറന്നത് ഞാനാണ്, ദൈവമാണ്. ദൈവമാണ് തുറന്നത്. അത് ഒരിക്കലും വഴിമാറത്തില്ല. ഇന്ന് ദൈവത്വം പറയുന്നു, അസാധാരണമായി ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തേക്ക് വരാൻ പോവുകയാണ്, വന്നു കൊണ്ടേയിരിക്കുന്നു. ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കുക തന്നെയുണ്ട്. പൊത്തിഫറിന്റെ വീട് യോസഫ് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ ആ ഭാവം എടുത്ത് വായിക്കണം. വളരെ 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 എന്തുകൊണ്ടാണ് യോസഫ് ആ മുഖാന്തരം യഹോവ ആ കുടുംബത്തെ അനുഗ്രഹിച്ചത്? യോസഫ് ദർശനമുള്ളവനായിരുന്നു, ദൈവമായിട്ട് ബന്ധമുള്ളവനായിരുന്നു, പ്രാർത്ഥനയുള്ളവനായിരുന്നു, ദൈവിക സത്യങ്ങളെ മുറുകെ പിടിക്കുന്നവനായിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു, പാപം ചെയ്യാൻ അവസരം കിട്ടിയിട്ട് വിശ്വസ്തനായിരുന്നു. ഇതൊക്കെ ഞാനൊരു കാര്യം പറയാം. എപ്പോഴും നമ്മൾ അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രം പറയുമ്പോൾ അവരെ എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടെന്നുള്ള ചിന്തിക്കണം. പൊട്ടക്കുഴി വന്നപ്പോഴും അവരുടെ രക്ഷ വേണ്ടിയില്ല. അടിമച്ചന്തയെ തന്നെ ദർശനമുള്ളതിനെ വിറ്റാലും കാശാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അവൻ വിറ്റപ്പോഴും അവൻ ഒരിക്കലും എതിർക്കുന്നില്ല. അടിമച്ചന്തയ്ക്കകത്ത് നിന്ന് പൊത്തിഫറിന്റെ വീടിനകത്ത് ചെയ്യാത്ത കുറ്റത്തിന് താൻ ജയിലിലേക്ക് പോകുമ്പോഴും അവിടെ ഒന്നും താൻ പ്രതികരിക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കെതിരെ ഒളിയമ്പുകൾ വരുമ്പോഴും വാക്കുകളുടെ പ്രകോപനങ്ങൾ വരുമ്പോഴും നമ്മുടെ ദൈവത്തിനകത്ത് തെറ്റിച്ചുള്ള പലവിധമായ സാഹചര്യം വന്നാലും അവർ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ കാര്യം എന്താണ്? ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെപ്പോഴും പറയാനുള്ളത്, ഞാൻ ആരെയും വിശ്വസിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ആ ദിവസം വരെ എന്റെ സൂക്ഷിപ്പും പട്ടിണിയോ വാളോ പട്ടിണിയോ മരണമോ ജീവനോ വാളോ ഇവയിൽ നിന്നൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിക്കാൻ കഴിയണം. ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധം. ഞാൻ ഇന്ന് രാത്രി ആ ബന്ധത്തിനകത്തേക്ക് നിങ്ങളെ കൊണ്ടുവരുവാനാണ് ആഗ്രഹിക്കുന്നത്. ദാവീദിന് ആ ബന്ധമുണ്ടായിരുന്നു, യോസഫിന് ആ വിട്ടുപിരിയാത്ത ദൈവബന്ധം ഉണ്ടായിരുന്നു, അബ്രഹാമിന് വിട്ടുപിരിയാത്ത ഒരു ബന്ധം ദൈവമായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ വളരെ വളരെ ഇമോഷണലി ദൈവാത്മാവിനോട് സംസാരിച്ച ഒരു വിഷയമാണ്. ഞാൻ വിട്ടുപിരിയാത്തൊരു ബന്ധം നമുക്ക് ദൈവമായിട്ടുണ്ടെങ്കിൽ ഈ ഒരിടത്തും പരാജയപ്പെടത്തില്ല. ഒരു പ്രതിസന്ധിക്കകത്ത് നിന്നെ തകർത്ത് കളയുന്നു, ഒരു കണ്ണുനീരിനകത്ത് നീ മുങ്ങിപ്പോകത്തില്ല. ഇന്ന് പറഞ്ഞു നദി നിന്നെ കവിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നദി നിന്നെ കവിയില്ല. ഹല്ലേലൂയ, സ്തോത്രം. വാള് നിന്റെ നിന്ന് തെറ്റി ഒഴിയും, അല്ലെങ്കിൽ നീ തീക്കകത്തൂടെ പോയാലും നീ വെന്തു പോകത്തില്ല എന്ന് പറയുന്ന കാര്യം എന്നറിയോ? അഭേദ്യമായ ഒരു ബന്ധം ദൈവമായിട്ടുണ്ട്, അഭേദ്യമായ ഒരു വിശ്വാസം ദൈവമായിട്ടുണ്ട്. ബന്ധമുള്ളവനെ ബന്ധം വേർതിരിക്കാൻ ലോകത്തിന് ഒരു ശക്തിക്ക് കഴിയത്തില്ല. രാത്രി നിന്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. രാത്രി വിശ്വസിക്കും, നീ വർദ്ധിക്കും, നീ അനുഗ്രഹിക്കപ്പെടും. പത്രോസ് നിന്റെ പടകിന്റെ അകത്ത് നിറയും.
ഇതുവരെ കാണാത്തൊരു നിറവ് നിന്റെ ജീവിതത്തിനകത്തുണ്ടാകും. നിന്റെ ക്യാരക്ടർ എന്താണെന്നും നീ ആരാണെന്നും നീ ഏത് സാഹചര്യത്തിലുള്ളവനാണെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷെ ദൈവം പറയാ, ഞാൻ നിന്റെ വടകനെ ചൂസ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? നിന്നെ അസാധാരണ ഒരു ദൈവബന്ധത്തിനകത്ത് നിന്നെ കയറ്റണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഇതിനകത്ത് നിയോഗങ്ങളിൽ ഏറ്റെടുക്കുക, വർദ്ധിക്കട്ടെ. ദേശത്തിന്റെ അകത്ത് നമ്മൾ വർദ്ധിക്കട്ടെ. നമ്മൾ അയക്കുന്ന പട്ടണത്തിനകത്ത് നമ്മൾ വർദ്ധിക്കട്ടെ. നമ്മൾ അയക്കുന്ന സഭയ്ക്കകത്ത് നമ്മൾ വർദ്ധിക്കട്ടെ. ഇന്ന് രാത്രി കർത്താവ് വളരെ ശക്തമായി നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ്. ദൈവം നമ്മളെ വർദ്ധിപ്പിച്ചാൽ അതിനെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആർക്കും നമ്മളെ ദൈവ പദ്ധതിക്കകത്തും നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ, നമ്മളെ പിടിച്ചു കളയാനോ നമ്മളെ അല്ലെങ്കിൽ സ്തോത്രം നമ്മളെ തകർത്ത് കളയാനോ ഒന്നും കഴിയത്തില്ല. ഞാനിപ്പോഴും വളരെ എന്നെ ഒരു വാക്യം നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴും ആശ്വാസമുണ്ട്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ, 50-ാം സങ്കീർത്തനത്തിനകത്ത് കിടക്കണം. 50-ാം സങ്കീർത്തനത്തിനകത്ത് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്ന് പറഞ്ഞാൽ, ആരാധിച്ച് ദൈവത്തോട് വിശ്വസ്തയോടെ നിൽക്കുന്നവരെ ദൈവത്തിന് മറക്കാൻ പറ്റില്ല. അങ്ങനെ വളരെ ഭൂമിയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ദൈവം അവരുമായിട്ട് ആലോചിക്കും. സ്വത്രം ഭൂമിയിൽ ഞാൻ പറയട്ടെ, നിന്റെ പട്ടണത്തിന് നീ അയക്കുന്ന, ഗ്രാമത്തിനകത്ത് നീ അയക്കുന്ന, വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അവനുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ദൈവം മുന്നോട്ട് പോകും. അല്ലെങ്കിൽ സ്വത്രം സോദോമിന്റെ അകത്ത് ലോത്ത് കിടക്കുമ്പോഴും അബ്രഹാം ലോത്തിന് വേണ്ടി അഡ്വക്കേറ്റ്, ദൈവത്തിന്റെ സന്നിധിയിൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ വായിക്കണം. അതിനകത്ത് പറയുന്നുണ്ട്, ഒരു നീതിമാനെങ്കിലും 50 നീതിമാനുണ്ടെങ്കിൽ നീ ആ പട്ടണത്തെ നശിപ്പിച്ച് കളയുമോ? ഇല്ല. 10 നീതിമാനുണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിച്ച് കളയുമോ? ഇല്ല. ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ നശിപ്പിക്കുകയോ ഇല്ല എന്ന് ദൈവം ഡിസ്കസ് ചെയ്യുക. അബ്രഹാം ഞാൻ പറയട്ടെ, ഭൂമിയിൽ നിന്റെ സഭയ്ക്കകത്ത്, നിന്റെ ദേശത്തിനകത്ത്, നിന്റെ ചർച്ചിനകത്ത്, ഗ്രാമത്തിനകത്ത്, വീട്ടിനകത്ത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ബന്ധമുള്ള ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ദൈവം അറിയിച്ചിട്ടേ ആ കാര്യം ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വസിക്കുക. വീട്ടിനകത്ത് കടമോ, ദാരിദ്ര്യമോ, പട്ടിണിയോ, ആവശ്യമില്ലാത്ത രോഗമോ, ദൈവം ആഗ്രഹിക്കാത്ത രോഗമോ, ദുഃഖമോ, കടഭാരമോ, മുറവിളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമായിട്ട് ഇന്ന് രാത്രി സംസാരിക്കുക. കർത്താവ് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യട്ടെ. കാര്യങ്ങൾ ദൈവവുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കും. ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവ്, ഈ രഹബോത്ത് എന്ന് പറയുന്ന ഈ മിനിസ്റ്ററിക്കകത്ത് ഒരു വർദ്ധനം ഉണ്ടാകട്ടെ. ഇതിന്റെ ബിരുദന് മാറ്റാത്ത ഉറവയുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് അനേകർ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അനേകർ കണക്ട് ആകട്ടെ. കർത്താവ് ഈ ജനറേഷന്റെ അകത്ത് തന്നെ ഏൽപ്പിക്കപ്പെട്ട നിയോഗങ്ങൾക്കകത്തേക്ക് ഒരു വർദ്ധനം ഉണ്ടാകട്ടെ. ഞാൻ ഇപ്പോൾ പറയുന്ന വിഷയം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു വിഷയമാണോ ആ വിഷയത്തിനകത്തൊരു സ്റ്റേജ് ഉണ്ടാകണം. ദൈവമേ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, എന്നോടൊപ്പം പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾക്ക് മറുപടി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ പറഞ്ഞ അഭിഷേകത്താണ് എന്നെ ദൈവം തെരഞ്ഞെടുത്ത ആ ഒരു നിയോഗത്തിനകത്ത് നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ അകത്ത് ഒരു വർധന, ഒരു വലിയ വ്യത്യാസം ഉണ്ടാകട്ടെ. ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. നിയോഗം ഇതുവരെ ഞാൻ എന്റെ പരിചയമാണെന്ന് പറഞ്ഞു. അതേ തീരട്ടെ. യോഹന്നാനെ പോലെ ജനറേഷനെ എന്റെ രാജ്യം, എന്റെ വിശ്വാസികൾ, എന്റെ മക്കളുടെ ഒരു ഭാരം ഉള്ളിലേക്ക് ദേശത്തെ അഭിഷേകത്തെ ഉണ്ടാകട്ടെ. കർത്താവ്, വീട്ടിന്റെ അകത്ത് ഒരു ചെടി നട്ടാൽ പോലും, ഒരു മുളക് നട്ടാൽ പോലും അതിനകത്ത് വിശ്വാസത്തോടെ നട്ടാൽ വർധനം ഉണ്ടാകണം. ഞാൻ നാമത്തിൽ പ്രാർത്ഥന അടുത്ത ലെവലിലേക്ക് ഇവര് പോട്ടെ. ഒറ്റ പ്രസംഗത്തിൽ 3000 കൊണ്ടുവന്നതുപോലെ സാധാരണമായി ദൈവപ്രവൃത്തി
തുറക്കുന്നത് പോലെ ഇതെല്ലാം വചനമാണല്ലോ. അവൻ ചെയ്യുന്നതൊക്കെയും നീതിമാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവിടെ അനുഗ്രഹമായി മാറും. വെളിപ്പെടണമേ കർത്താവേ രാത്രിയിൽ ഒരു വാക്യം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇങ്ങനെ 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ജനത്തെ പീഡിപ്പിക്കുന്നതോറും അവർ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ദേശം അവരെ കൊണ്ട് നിന്നെ പീഡിപ്പിക്കുന്നതോറും നീ വർദ്ധിക്കട്ടെ, നിന്നെ അപമാനിക്കുന്നതോറും നീ വർദ്ധിക്കട്ടെ, അനുഗ്രഹത്തിലേക്ക് തന്നെ വരട്ടെ. യേശുവിന്റെ അധികാരം കർത്താവേ അനുഗ്രഹിക്കണം. കർത്താവ് ഇതിനകത്തിപ്പോൾ വചനം കേട്ട എല്ലാവരും ഈ വചനത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഒരു ദൈവശക്തം ഇവരുടെ മരണം വരെ ദൈവമായിട്ടൊരു ആത്മ ഒരിക്കലും ഒരു ബന്ധത്തിന്റെ അകത്തേക്ക് ദൈവം കൊണ്ടുപോകണമെന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കണം, വർദ്ധിപ്പിക്കണം.